അതുപോലത്തെ ഒരു അമ്മയാണ് നിങ്ങളെപ്പോലെ അമ്മേനെ വേണ്ടി മറിയം. ആ മറിയത്തെയാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത്. തന്റെ മകന്റെ കുരിശിന്റെ ചുവട്ടില് ശിരസ്സേറ്റ് നിൽക്കുന്ന മറിയം, ആ രക്തത്തിൽ കുളിച്ച് അവരുടെ മുന്നിലിട്ട് ഇതുപോലെ കൊന്നുകൊള്ളുമ്പോഴും ദൈവത്തെ ശപിച്ചിട്ടില്ല ഈ മറിയം. ഇതാണ് അമ്മയുടെ വിശേഷണങ്ങള്. അമ്മ പറഞ്ഞ വിശേഷണങ്ങള്: മോനെ, ഞാൻ അനാഥയായിരുന്നു, ഞാൻ അങ്ങേടത്ത് പരമദരിദ്രയായിരുന്നു, ഞാനൊരു അഭയാർത്ഥിയായിരുന്നു, ഞാനൊരു വിധവയായിരുന്നു, ഞാനൊരു കൂലിപ്പണിക്കാരിയായിരുന്നു. എന്റെ മകൻ രക്തത്തിൽ കുളിച്ചു തന്ന അമ്മയാണ് ഞാൻ. പ്രിയമുള്ളവരെ, നമ്മൾ നെഞ്ചിൽ കൊണ്ട് നടക്കേണ്ടത് സൂര്യനെ ഉടയാടയാക്കിയവളെയും ചന്ദ്രനെ പാദപീഠമാക്കിയവളെയല്ല. ഈ കൂലിപ്പണിക്കാരി, ഈ അനാഥ, ഈ അഭയാർത്ഥി, അവളാണ് എൻ്റെ എന്നിൽ ഉണ്ടാകേണ്ടത്. എങ്കിലേ ഒരു അഭയാർത്ഥിയെ കാണുമ്പോൾ, ഒരു വിധവയെ കാണുമ്പോൾ, ഒരു അനാഥനെ കാണുമ്പോൾ, ഒരു കൂലിപ്പണിക്കാരനെ കാണുമ്പോൾ, ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ നമുക്ക് അവനോട് സ്നേഹം തോന്നുന്നു. നമ്മൾ കൊണ്ടു നടക്കേണ്ടത് സ്വർഗീയരാജ്ഞിയല്ല, ദന്തഗോപുരത്തെയല്ല, കൊണ്ടു നടക്കേണ്ടത് ഈ കൂലിപ്പണിക്കാരിയാണ്. ഇതാണ് അമ്മ, ഇതാണ് അമ്മ. ആ അമ്മയുടെ മുന്നിലാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. പ്രിയമുള്ളവർ, എവിടെ ഇരിക്കണം? നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹം പോലും ഈ ദൈവം, ഈ സർവശക്തൻ അമ്മയ്ക്ക് നൽകിയിട്ടില്ല. എന്നിട്ട് അമ്മ പറഞ്ഞ വാക്കുകൾ എന്താണ്? എന്താ അമ്മ പറഞ്ഞ വാക്കുകൾ? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യില്, നമ്മുടെ കയ്യിൽ ഈ അമ്മ ഏൽപ്പിച്ചു തരുമ്പോ ഈശമുഖമായ ഭാഷയില് നമ്മളോട് പറയുന്ന കാര്യമാണ് തോബിയാസ് അമ്മ ഓർമ്മിപ്പിക്കുന്നത്. എന്താ അറിയോ? അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അമ്മയെ ആദരിക്കണം, അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്കണം, ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കരുത്. ഇതാണ് പ്രിയമുള്ളവരെ എൻ്റെ നിങ്ങളുടെയും ദൗത്യം. നിങ്ങളുടെ ജീവിതത്തില്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഈ അമ്മയുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും അമ്മയോട് അമ്മയ്ക്ക് സുഖമാണോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അമ്മയുടെ ഇഷ്ടങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ വരുന്നത് നമ്മുടെ ഇഷ്ടങ്ങളുമായിട്ടാണ്. അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്കണം. അമ്മയുടെ ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കരുത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീര് വരുന്നത് നിങ്ങളുടെ ജപമാലയുടെ എണ്ണം കുറഞ്ഞു പോയിട്ടല്ല. അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീര് വരുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ കുറഞ്ഞു പോയിട്ടല്ല, നമ്മുടെ തോന്നിയാസം കണ്ടുകൊണ്ടാണ്. ഈ തമ്പുരാന്റെ വഴികളിൽ നിന്ന് അവൻ നടന്ന വഴി, സ്നേഹത്തിന്റെ വഴി, സാഹോദര്യത്തിന്റെ വഴി, ആ വിട്ട് എന്റെ ഇഷ്ടങ്ങളുടെയും പ്ലാനുകളുടെയും പദ്ധതിയുടെയും പിന്നാലെ, എന്റെ സ്വാർത്ഥതയുടെ പിന്നാലെ ഞാൻ പോകുന്നത് കാണുമ്പോഴാണ് ഈ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീര് വരുന്നത്. അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുത്. പ്രിയമുള്ളവരെ, ഈശോ ഈ അമ്മയെ എന്റെ കയ്യില്, നിങ്ങളുടെ കയ്യില്, നമ്മുടെ കയ്യില് എന്തിനാണ് ഏൽപ്പിച്ചത്? എന്തിനേൽപ്പിച്ചത്? നമുക്ക് ജോലി വാങ്ങിത്തരാനും, നമ്മുടെ രോഗം മാറ്റിത്തരാനും, നമ്മുടെ ജപ്തി ഒഴിവാക്കി തരാനും ഇതിനും നല്ല പ്രിയമുള്ളവര്. അതുകൊണ്ട് എനിക്ക് നൊവേനകളൊക്കെ, ഞാൻ നിങ്ങൾ സത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും, എനിക്ക് ഇഷ്ടമല്ല സംഗതിയുള്ളത്. ഇഷ്ടമെന്ന് പറയുന്നത്, നമ്മൾ ഈ നൊവേനയിലൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ, ഞാൻ മാതാവിൻ്റെ പറയുന്നുണ്ട്, മാതാപിതാ നീ ദൈവത്തിൽ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ചാക്കായിട്ട് വന്നിട്ടുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തരിക. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. കാരണം ഈശോ അമ്മയെ തന്നത് അതിനല്ല. എന്തിനാണ് ഈശോ അമ്മയെ തന്നത്? അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നത് തോബിയാസിന്റെ പുസ്തകം. ഈ കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യില് എൻ്റെ അമ്മയെ വെച്ച് തന്നത് എന്തിനാണെന്നറിയോ? ഞാനിന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അല്ല നിങ്ങൾ കേട്ടിരിക്കില്ല, ഞാനും അത് കേട്ടിട്ടില്ല. എൻ്റെ ഇത്ര നാളത്തെ വൈദിക ജീവിതത്തിൽ ഒരു പുസ്തകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ധ്യാനഗുരുക്കന്മാർ അച്ഛന്മാരിൽ നിന്നോ ഞാനും ഇതുവരെ കേട്ടിട്ടില്ല, നിങ്ങളും അത് കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ
ഒരു 6 വർഷം മുമ്പ് ആലുവയിലെ സമയത്ത് നമ്മുടെ എറണാകുളം രൂപതയിലെ തന്നെ വള്ളുശ്ശേരി ഇടവകയിലെ ഈ ദീന സേവന സിസ്റ്റേഴ്സ് ഉണ്ട്. അവർ കാവ്യ സാരിയാണ്, അവർ ഉടുപ്പും അങ്ങനെ ഉടുപ്പും സാരി ഉണ്ട്, അവർക്ക് 2 കാവ്യാണ്. അപ്പോൾ ആ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാനായിട്ട് അവരെന്നെ വിളിച്ചു. അത് ഈ സെപ്റ്റംബർ 2 മുതൽ 8 വരെ ആയിരുന്നു ആ ധ്യാനം. 9 വരെ. നമുക്കൊരു സെപ്റ്റംബർ 8-ാം തീയതിയാണ് പരിശുദ്ധ അമ്മയുടെ അമലോൽ ബാബ തിരുനാള് എന്നൊക്കെ. അപ്പോൾ നിങ്ങളും ആ തിരുനാളിന് ഒരുക്കമായിട്ടാണ് ഈ ധ്യാനമൊക്കെ നിങ്ങൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ സെപ്റ്റംബർ 7-ാം തീയതി വൈകിടത്ത് ധ്യാനമൊക്കെ കഴിഞ്ഞു. ഞാൻ ഭക്ഷണം കഴിച്ചു. 8 മണിയോടുകൂടി 8 മണിക്ക് ഭക്ഷണം അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ഞാൻ അവിടെ തന്നെ താമസിക്കുകയാണ്. ഞാൻ സിസ്റ്റേഴ്സിൻ്റെ കോൺവെന്റിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ മുറിയിൽ പോയി. ഞാനൊരു 9:30-10 ആയപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടന്നു. എന്നാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ പിറ്റേ ദിവസം സെപ്റ്റംബർ 8-ാം തീയതി അമ്മയുടെ തിരുനാളാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് ഞാനങ്ങനെ കിടന്നു. എന്നാൽ ഞാൻ ഉറങ്ങിയിട്ടുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു, ഞാൻ എപ്പോഴും അമ്മയായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളും അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ കാണും. അമ്മ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾ എപ്പോഴെങ്കിലും അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മയ്ക്ക് സുഖമാണോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ വരുന്നു, നൊവേന ചെല്ലുന്നു, ജപമാല ചെല്ലുന്നു, നമ്മുടെ കാര്യങ്ങൾ അമ്മയോട് പറയുന്നു, നിങ്ങൾ തിരിച്ചു പോകുന്നു. അല്ലാതെ നമുക്ക് അമ്മയുമായിട്ടൊരു ആത്മബന്ധമൊന്നും ഇല്ല. നമ്മൾ അമ്മയോട് നമ്മൾ ചോദിക്കണം, അമ്മയ്ക്ക് സുഖമാണോ? അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതൊക്കെ ഞാൻ ഇതിനൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇങ്ങനെ നാളെ അമ്മയുടെ ഫീസ്റ്റാണ്. അതൊക്കെ ആ ഒരു ചിന്തയിൽ ഞാനങ്ങനെ കിടന്നു. ഞാനിങ്ങനെ ഒരു പകുതി ഉറക്കത്തിൽ എനിക്കുണ്ടായ ഒരു സംഗതിയാണ്, അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഞാനത് ആ ഉറക്കത്തിലാണ് ഞാനത് സംഭവിക്കുന്നത്. ആ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ കാര്യം ഞാനിങ്ങനെ ധ്യാനത്തിൽ പറയുമ്പോൾ എന്നോട് ധ്യാനം കഴിയുമ്പോൾ ഒരു അച്ചാച്ചനത് ഏത് പുസ്തകത്തിൽ നിന്നാണ് അച്ഛനത് കിട്ടിയത്? ഈ പറഞ്ഞ സംഗതി ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കാരണം ഞാനും ആദ്യമായിട്ട് തന്നെയാണ്. കാരണം അമ്മ പറഞ്ഞ ആ സംഗതികളാണ് അത്. ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റ് ഞാൻ മേശപ്പുറത്തുള്ള എൻ്റെ പുസ്തകത്തിൽ ഞാനിങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചു. കാരണം ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ ഉറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഗതിക്ക് വിട്ടുപോകാൻ സാധിക്കില്ല. ഞാനതൊക്കെ എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ച് പിറ്റേ ദിവസം സെപ്റ്റംബർ 8-ാം തീയതി സിസ്റ്റേഴ്സിനെ ഞാൻ രാവിലെ കാപ്പിയൂടി കഴിഞ്ഞ് ഞാൻ മുറിയിൽ വന്നപ്പോൾ എന്നെ ക്ലാരസഭയുടെ മുൻ ചണ്ടാളമ്മ സിസ്റ്റർ സീലിയ, അൽഫോൺസമ്മ വിശുദ്ധിയാവുന്ന സമയത്തുണ്ടായിരുന്ന അവർ ചണ്ടാളമ്മ, അമ്മയുടെ അഞ്ചിത്തിയെ നിങ്ങളുടെ ഇടവകയിലേക്കാണ് കെട്ടിച്ചിരിക്കുന്നത്. പക്ഷെ അഞ്ചിത്തി ജീവിച്ചിരിക്കുന്നില്ല. അവർക്ക് നിങ്ങൾക്കറിയാം. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഈ സീലിയാമ്മ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന് അമ്മയുടെ തിരുനാളാണ്. അപ്പോൾ എൻ്റെ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു ടോക്ക് കൊടുക്കണം, ഒരു ചെറിയ പ്രസംഗം അല്ലെങ്കിൽ പറയണം എന്ന് എന്നോട് വികാരിയച്ഛൻ പറഞ്ഞു. അപ്പോൾ എന്താണ് അമ്മയെക്കുറിച്ച് പറയേണ്ടത്? കാരണം നമ്മൾ അമ്മയെക്കുറിച്ചൊക്കെ ഒരുപാട് സംഗതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കാനായിലെ കല്യാണത്തിലെ ആ സംഗതികളും അങ്ങനെ അല്ലേ, നമ്മൾ അമ്മയെക്കുറിച്ചൊക്കെ ഓരോ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സീലാമ്മനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയെക്കുറിച്ച് പറയണമെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാനില്ലേ? അപ്പോൾ സീലാമ്മനോട് പറഞ്ഞു, അതൊക്കെ ആൾക്കാർ കുറെ കേട്ടിട്ടുള്ളതാണ്, ഈ കാനായിലെ കല്യാണം അത് അങ്ങനെയുള്ള സംഗതികളൊക്കെ. അല്ലാതെ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പം അമ്മ വെച്ച് എന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ തലേദിവസം ഞാൻ പറഞ്ഞില്ലേ, ആ പറഞ്ഞ സംഗതികൾ, ഞാൻ എഴുതി വെച്ച സംഗതികൾ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ സീലാമിനോട് ചോദിച്ചു, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ആദ്യമായിട്ടാണ് ഞാനിത് കേൾക്കുന്നത്.
ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ തന്നെ വന്ന് അമ്മ പറഞ്ഞ സംഗതിയാണ്. അപ്പം അത് ഞാൻ വിടും. അത് കഴിഞ്ഞ് ശീലാമ്മ വന്ന് ആ കാര്യം അമ്മ പ്രസംഗമായിട്ട് പറഞ്ഞു. അപ്പോൾ അമ്മേനെ പറഞ്ഞു, വികാരിച്ചൻ ചോദിച്ചു ശീലാമ്മയ്ക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് എന്തിനാണ് ദൈവം അമ്മയെ തന്നത്? എന്തിനാ പ്രിയമുള്ളവരെ? അപ്പൊ നിങ്ങളൊക്കെ അമ്മയുടെ മക്കളാണ്. ഞാനിവിടെ ധ്യാനം എടുക്കാനുള്ള ഒരു കാരണം ഇതാട്ടോ, അമ്മയുടെ നാമത്തിലുള്ള ദേവാലയമാണ് അറിഞ്ഞുകൊണ്ട് പോയിട്ടാണ് എടുക്കാനുള്ള ഒരു കാരണം കൂടി. അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അമ്മേനെ അമ്മ എന്ന് വിളിക്കുള്ളൂ. എനിക്ക് അമ്മേനെ പുത്തിരി മാതാവെന്നോ ആരോഗ്യ മാതാവെന്നോ വേളാണി മാതാവെന്നോ ഉറുദു മാതാവെന്നോ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. അമ്മ അതിലെ എല്ലാം അടങ്ങി. ദൈവത്തിൻ്റെ അമ്മ, ഈശോയുടെ അമ്മ, നമ്മുടെ അമ്മ, അത്ര തന്നെ അതിലെല്ലാം അടങ്ങിയിട്ടുള്ള സംഗതി. പിന്നെയുള്ളവർ, എന്തിനാണ് നമ്മൾക്ക് ഈശോ അമ്മയെ തന്നത്? അന്ന് കാൽവരി മലയിൽ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ഈശോ തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകാറായി, തൻ്റെ അന്ത്യം അടുത്തു എന്നറിയുമ്പോൾ ആ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ തൻ്റെ കുരിശിന്റെ താഴെ നിൽക്കുന്ന യോഹന്നാനെ കണ്ടു, തൻ്റെ അമ്മയെ കണ്ടു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. പ്രിയമുള്ളവർ, ഇവിടെ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ്, മനുഷ്യവംശത്തിന്റെ പ്രതിനിധിയാണ്, അല്ലേ? എൻ്റെ കയ്യിലാണ് ഈശോ അമ്മയെ തന്നത്. നിങ്ങളുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലാണ് അമ്മയെ തന്നത്. ഇതാ നിന്റെ അമ്മ. പ്രിയമുള്ളവർ, ഈശോ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എപ്പോഴൊക്കെ തൻ്റെ ദേവരാജ്യ പ്രഘോഷണത്തിനിടയ്ക്ക് എപ്പോഴൊക്കെ അവസരം കിട്ടുന്നോ അപ്പോഴൊക്കെ ഈശോ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കാനായിലെ കല്യാണത്തിന് ശേഷം നമ്മൾ വചനത്തിൽ വായിക്കുക, അതിനുശേഷം അമ്മയും യേശു ശിഷ്യന്മാരും അമ്മയുടെ കൂടെ വീട്ടിൽ പോയി ഏതാനും ദിവസം അവൻ അമ്മയുടെ കൂടെ താമസിച്ചു എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. ഇനി എപ്പോഴൊക്കെ ഈശോ ദേവരാജ്യ പ്രഘോഷണമായിട്ട് ആ ഭാഗത്ത് വരുന്ന അപ്പോഴൊക്കെ തൻ്റെ മകനെ കാണാനായിട്ട് ഓടിച്ചെല്ലുന്ന അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. യേശു അമ്മയും പ്രിയമുള്ളവർ ഈശോ അമ്മയെ അതുപോലെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കോ, ഈ അമ്മയെ ആരുടെ കയ്യിലാണ് ഈശോ ഏൽപ്പിക്കുന്നത്? ഈശോയ്ക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരാൾ തൂങ്ങി മരിച്ചു, ബാക്കി 11 പേര്. ഈ 11 പേരും ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഉപേക്ഷിച്ച് ഓടിപ്പോയവരാണ്. ഏറ്റവും അവസാനം ഓടിപ്പോയി യോഹന്നാനാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഉടുതുണി പോലും ഉപേക്ഷിച്ച് ഓടിപ്പോയ ആളാണ് ഈ യോഹന്നാൻ. പക്ഷേ ഈ യോഹന്നാനെ അവിടെ കൊണ്ടുവന്നു ദൈവം തന്റെ കുരിശിന്റെ ചുവട്ടിൽ. യോഹന്നാൻ വന്നു കയറിയൊന്നല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഈ ഇടവകപ്പള്ളിയിൽ യാദൃശ്ചികമായിട്ട് വന്നു കയറിയതല്ല, എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നതാണ്. അതുപോലെ യോഹന്നാനും ഉപേക്ഷിച്ച് ഓടിപ്പോയതാണ്. പക്ഷെ ആ യോഹന്നാനെ ദൈവം കുരിശിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നു. കാരണം ഒരു നിയോഗമുണ്ട്, വെറുതെ ഒന്നല്ല. എന്തുകൊണ്ടാണ് യോഹന്നാനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം? യേശുവിന്റെ അപ്പസ്തോലന്മാരിൽ ശാന്തനായ നല്ലവനായ ഒരു ശിഷ്യനാണ് യോഹന്നാൻ. ബാക്കി എല്ലാവരും ഇപ്പോൾ നമ്മൾ പത്രോസ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തന്നെ വാളെടുക്കുന്നവൻ, തോമസിലേക്ക്, ഇവരൊക്കെ ചൂടന്മാരാണ്. തോമസ് പറഞ്ഞില്ലേ നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കുക. അങ്ങനെ ഞങ്ങൾ അപ്പസ്തോലന്മാരുടെ സ്വഭാവം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ മത്തായി, ചുങ്കക്കാരനായ മത്തായിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം എക്സാക്റ്റിംഗ് മാത്യു എന്ന് പറഞ്ഞാൽ കണിശക്കാരനായ മത്തായി. കണിശക്കാരനാണ് അവൻ, എന്തിനും ഏതിനും കണക്ക് പറയുന്ന ഒരു വ്യക്തി. കാരണം അവൻ ചുങ്കക്കാരനാണ്, അതുകൊണ്ട് അവന് ആ കാര്യങ്ങളൊക്കെ, അപ്പോൾ അവൻ്റെ സ്വഭാവം അതാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെക്കുന്ന ഒരു ആളാണ്. പത്രോസ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ചൂടാവുന്ന ചാടി ഇറങ്ങുന്ന മനുഷ്യൻ. തോമാസിലേക്ക ഇവരെ. അപ്പോൾ തന്നെ ശിമയോൻ, തീവ്രവാദിയായ ശിമയോൻ. അപ്പോൾ ഈ അപ്പസ്തോല സംഘത്തില് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, യേശുവിൻ്റെ നെഞ്ചിൽ ചാരിക്കിടക്കാൻ മാത്രം അത്രയ്ക്കും യേശുവുമായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തിലുള്ള ഒരു അപ്പസ്തോലനാണ് ആര്? യോഹന്നാൻ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു കാര്യം കേട്ടോ, ഈ യോഹന്നാൻ യേശുവിൻ്റെ ശിഷ്യൻ മാത്രമല്ല, യോഹന്നാൻ യേശുവിൻ്റെ ചേട്ടനാണ്. അത് യാക്കോബ് യോഹന്നാൻ. അപ്പോ ഈ യോഹന്നാന്റെ കയ്യിലാണ് അമ്മയെ ഏൽപ്പിക്കുന്നത്. കാരണം ഇതാണ്, മറ്റപ്പസ്തോലന്മാരുടെ കയ്യിൽ അമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സമാധാനം കിട്ടില്ല എന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ടാണ്
ഏറ്റവും നല്ലവനായ അപ്പസ്തോലന്റെ കയ്യിൽ തൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നു. ഇത് അമ്മ പറഞ്ഞ കാര്യമല്ല, ഞാൻ അതിലേക്ക് വരുന്നുള്ളൂ. ഏൽപ്പിക്കുന്നു. അപ്പൊ ഇവിടെ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെയും നിങ്ങളുടെയും പ്രതിനിധിയാണ്, മനുഷ്യവംശത്തിന്റെ. അപ്പോഴുള്ളവരെ, ഈശോ ഈ അമ്മയെ എൻ്റെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ, നമ്മുടെ കയ്യിൽ എന്തിനാണ് ഏൽപ്പിച്ചത്? എന്തിനേൽപ്പിച്ചത്? നമുക്ക് ജോലി വാങ്ങിത്തരാനും, നമ്മുടെ രോഗം മാറ്റിത്തരാനും, നമ്മുടെ ജപ്തി ഒഴിവാക്കി തരാനും ഇതിനും നല്ല പ്രിയമുള്ളവർ. അതുകൊണ്ട് എനിക്ക് നൊവേനകളൊക്കെ, ഞാൻ നിങ്ങൾ സത്യമായിട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു വിഷമം തോന്നും, എനിക്ക് ഇഷ്ടമല്ല സംഗതി ഉള്ളത്. ഇഷ്ടമെന്ന് പറയുന്നത്, നമ്മൾ ഈ നൊവേനയിലൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ, ഞാൻ മാതാവിൻ്റെ പറയുന്നുണ്ട്, മാതാപിതാ നീ ദൈവത്തിൽ നിന്ന് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ചാക്കായിട്ട് വന്നിട്ടുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തരിക. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. കാരണം ഈശോ അമ്മയെ തന്നത് അതിനല്ല. എന്തിനാണ് ഈശോ അമ്മയെ തന്നത്? അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നത് തോബിയാസിന്റെ പുസ്തകം, ഈ കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യില് എൻ്റെ അമ്മയെ വെച്ച് തന്നത് എന്തിനാണെന്നറിയോ? അതാണ് തോബിയാസിന്റെ പുസ്തകം അധ്യായം 4 വാക്യം 3 മുതലുള്ള തിരുവചനങ്ങൾ. മൂന്നാം എത്രയാണ്? അവൻ എന്ന് പറഞ്ഞാൽ വലിയ തോബിയാസ് തൻ്റെ മകനെ, കാരണം ആള് രോഗിയായി അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചു തോബിയാസിനെ, വലിയ തോബിയാസ് കൊച്ചു തോബിയാസിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ അപ്പൻ മകനോട് പറയുന്ന 4 കാര്യങ്ങളാണ്. എന്താണെന്നറിയോ? അവൻ മകനെ വിളിച്ചു പറഞ്ഞു, മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക. അടുത്ത് നിങ്ങൾ നോക്കുക, നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്കണം. ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കരുത്. ഇതാണ് പ്രിയമുള്ളവരെ, ഈ കുരിശിന്റെ അല്ലെങ്കിൽ ആ കുരിശിൽ കടന്നുകൊണ്ട് ഈശോ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ഈ അമ്മയെ വെച്ച് തരുമ്പോ ഈശോ മൂകമായ ഭാഷയിൽ, പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, ഈശോ കിടക്കുന്നത് കുരിശിലാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കാനുള്ള ഒരു പശ്ചാത്തലമല്ല. നമുക്കറിയാം, ഈ ക്രൂശിക്കപ്പെടുന്നവൻ ഇങ്ങനെ ഈ 3 ആണികളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അവന് എന്താ പറയുക, ശ്വാസം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ക്രൂശിക്കപ്പെടുന്നവരെ ഇങ്ങനെ ശ്വാസം എടുത്ത് അവർ ശ്വാസം എടുക്കുന്നത് എങ്ങനെയാണ്? അവിടെ പുറം ഭാഗം ഈ കുരിശിനോട് ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ അമർത്തിയിട്ട് ഇവരിങ്ങനെ ഉയരാൻ നോക്കും. കാരണം ഈ ശ്വാസം കിട്ടാൻ, കാരണം ഇങ്ങനെ തൂങ്ങിക്കെടുക്കുകയാണല്ലോ. അപ്പോൾ ശ്വാസം കിട്ടാനായിട്ട് ഇവരുടെ ബാക്ക് സൈഡ്, പുറം ഭാഗം കുരിശിലേക്ക് ഇങ്ങനെ അമർത്തി ഇവരിങ്ങനെ ഉയരാൻ നോക്കും, അല്പശ്വാസക്കാനായിട്ട്. അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് റോമൻ പട്ടാളക്കാര് അവർ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന കുറ്റവാളിയുടെ പുറം ചാട്ട കൊണ്ട് അടിച്ചു പൊട്ടിക്കും. കാരണം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇവര് ചാവാൻ അല്ലെങ്കിൽ മരിക്കാനായിട്ട് സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട്, ഇവർ ശ്വാസം പോലും എടുക്കാതിരിക്കാനായിട്ട് ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നവന്റെ ഈ പുറം പട്ടാളക്കാര് അടിച്ചു പൊളിക്കും. ഇതൊക്കെ നമ്മൾ യേശുവിൽ കാണുന്നുണ്ട്. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് യേശുവിന്റെ പുറക്കെ അടിച്ചു പൊളിച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ തമ്പുരാൻ ഈ 3 ആണുകളിൽ ഇങ്ങനെ തൂങ്ങിക്കെടുക്കുമ്പോൾ ഈ ക്രൂശിക്കപ്പെടുന്നവനെ അധികം സംസാരിക്കാനായിട്ട് സാധിക്കില്ല. അവന്റെ വായിൽ നിന്ന് ഒരുപാട് വാക്കുകളൊന്നും വരില്ല. ഇവിടെ എന്താണ് യേശു നമ്മൾ പറയുന്നത്? ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ, നമ്മുടെ കയ്യിൽ ഈ അമ്മ ഏൽപ്പിച്ചു തരുമ്പോ ഈശമുഖമായ ഭാഷയിൽ നമ്മളോട് പറയുന്ന കാര്യമാണ് തോബിയാസ് അമ്മ ഓർമ്മിപ്പിക്കുന്നത്. എന്താ അറിയോ? അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അമ്മയെ ആദരിക്കണം. അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്കണം. ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കരുത്. ഇതാണ് പ്രിയമുള്ളവരെ എൻ്റെ നിങ്ങളുടെയും ദൗത്യം. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഈ അമ്മയുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും അമ്മയോട് അമ്മയ്ക്ക് സുഖമാണോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അമ്മയുടെ ഇഷ്ടങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ വരുന്നത് നമ്മുടെ ഇഷ്ടങ്ങളുമായിട്ടാണ്. അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്?
അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്കണം. അമ്മയുടെ ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കരുത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീര് വരുന്നത് നിങ്ങളുടെ ജപമാലയുടെ എണ്ണം കുറഞ്ഞു പോയിട്ടല്ല. അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീര് വരുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ കുറഞ്ഞു പോയിട്ടല്ല, നമ്മുടെ തോന്നിയാസം കണ്ടുകൊണ്ടാണ്. ഈ തമ്പുരാന്റെ വഴികളിൽ നിന്ന് അവൻ നടന്ന വഴി, സ്നേഹത്തിന്റെ വഴി, സാഹോദര്യത്തിന്റെ വഴി, ആ വിട്ട് എന്റെ ഇഷ്ടങ്ങളുടെയും പ്ലാനുകളുടെയും പദ്ധതിയുടെയും പിന്നാലെ, എന്റെ സ്വാർത്ഥതയുടെ പിന്നാലെ ഞാൻ പോകുന്നത് കാണുമ്പോഴാണ് ഈ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീര് വരുന്നത്. അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഞാൻ സീനായി ധ്യാനകേന്ദ്രത്തിലായ സമയത്ത് അവിടെ ധ്യാനകേന്ദ്രത്തിൽ വലിയൊരു ക്രൂശിത രൂപം വെച്ചിട്ടുണ്ട്, ഗ്രോട്ടോ. ആ ഗ്രോട്ടോയുടെ മുന്നിൽ ഞാനിത് ഫ്ലക്സിൽ വെച്ച് ഞാൻ അടിച്ചു വെച്ചു. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ഇവരെയുള്ളവരെ, ഈ തമ്പുരാൻ ഈ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നെഞ്ചോട് ചേർത്ത് തന്നെയാണ് അമ്മയെ സ്നേഹിച്ചത്. ഇതാ ഞാൻ പോകുന്നു, ഇനി എന്റെ അമ്മയെ സ്നേഹിക്കേണ്ടത് നീയാണ്. അല്ലാതെ എനിക്ക് ജോലി വാങ്ങിത്തരാനല്ല ഈ അമ്മയെ എനിക്ക് തന്നത്. എന്റെ അപ്പച്ചൻ 44-ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ച് CMC സിസ്റ്റേഴ്സ് നടത്തുന്ന സെന്റ് ജോസഫ് ഹോസ്പിറ്റലില് മരിക്കാൻ കിടക്കുമ്പോൾ, അന്ന് അപ്പച്ചൻ മരിക്കുന്നതിന് തലേ ദിവസം ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നു. ഞങ്ങൾ അപ്പനെ കാണാനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അമ്മ അപ്പൻ്റെ അടുത്തുണ്ട്. പക്ഷേ അപ്പനെ ക്യാൻസർ ആണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കാരണം ഡോക്ടർ അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തോട് അത് അറിയിക്കണ്ട. ഞങ്ങൾക്കും അറിയില്ല, അമ്മയ്ക്കും അങ്ങനെ അറിയില്ലായിരുന്നു. അമ്മയോടും ഇത് പറയുന്നത് അപ്പച്ചൻ മരിക്കുന്നതിൻ്റെ ഒരു 2-3 ദിവസമാണ് അമ്മയും അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ അപ്പച്ചനെ കാണാൻ ചെന്നു. ഒരു 5 മണി 6 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾ 3 മക്കളും അപ്പച്ചൻ്റെ അടുത്ത് വെക്കുന്നു. അമ്മയുണ്ട്, വേറെ ആരുമില്ല. അപ്പച്ചനാണെങ്കിൽ ഭയങ്കരമായിട്ട് വേദനിച്ച് കിടക്കുകയാണ്, രോഗത്തിന്റെ ഭാഗമായിട്ട്. അധികം സംസാരിക്കാനൊന്നും പറ്റാത്ത രീതിയിൽ. എൻ്റെ അപ്പൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൈ വെട്ടിയിട്ട് കഴിഞ്ഞാലും അപ്പനത് നോക്കാതെ എഴുന്നേറ്റ് പോകുന്ന ഒരാളാണ് എൻ്റെ അപ്പൻ. പുള്ളിക്ക് അതൊന്നും ഒരു വിഷയമല്ല. ആ അപ്പനാണ് ഇത്രയും വേദന സഹിച്ച് അങ്ങനെ അത്രയും കെടുക്കാണ് പുള്ളി. അപ്പോൾ ഞങ്ങളടുത്ത് നിൽക്കുക. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ അപ്പച്ചൻ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. അപ്പൊ ചേട്ടൻ, ഞാന്, അനുജൻ അങ്ങനെ നിൽക്കുന്നു. എൻ്റെ ചേട്ടനെ കൈ പിടിച്ചിട്ട് എൻ്റെ അപ്പൻ അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ ഇതാണ്: മോനെ, അപ്പനെ ഒരിക്കലും അറിയില്ല, അപ്പനെ ക്യാൻസർ ആണെന്ന് അപ്പനെ അറിയില്ല, അപ്പൻ മരിക്കാൻ പോകുന്ന ഒന്നും അപ്പനറിയില്ല. എന്നാലും ഒരു ദൈവനിയോഗം പോലെ എൻ്റെ ചേട്ടന്റെ കൈ പിടിച്ചിട്ട് അപ്പൻ പറയാണ്, അപ്പച്ചൻ പോയാൽ അമ്മയെയും അനുജന്മാരെയും നീ നോക്കണം. എൻ്റെ അപ്പൻ പറഞ്ഞ അവസാനത്തെ, പിന്നെ അപ്പം സംസാരിച്ചിട്ടില്ല. അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ ഇതാണ്: അപ്പച്ചൻ പോയാൽ അമ്മയെയും അനുജന്മാരെയും നീ നോക്കണം. എങ്ങനെ നോക്കണം, ഏത് രീതിയിൽ നോക്കണം, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരവസ്ഥയിലല്ല അപ്പൻ കിടന്നിരുന്നത്. അത്രമാത്രം വേദനയിൽ അപ്പൻ കിടക്കുന്നത്. ആ വേദന സഹിച്ചുകൊണ്ട് അപ്പച്ചൻ അവസാനം പറഞ്ഞ വാക്കുകൾ ഇതാണ്: അപ്പച്ചൻ പോയാൽ അമ്മയെയും അനുജന്മാരെയും നോക്കണം. പിന്നെ അപ്പം സംസാരിച്ചിട്ടില്ല. പിറ്റേ ദിവസം ഞങ്ങൾ അറിയുന്നത് അപ്പച്ചൻ്റെ മരണവാർത്തയാണ്. അവരെയുള്ളവരെ, ഇവിടെ ഈ തമ്പുരാൻ ഈ കുരിശിൽ കിടന്നുകൊണ്ട്, ഈ കുരിശിൽ ഈ വേദന അനുഭവിച്ച് കുരിശിൽ കിടന്നുകൊണ്ട് താൻ പിതാവിന്റെ അടുത്തേക്ക് പോകാൻ സമയമായി എന്ന് പറയുമ്പോൾ തൻ്റെ അമ്മയെ നമ്മുടെ ഏൽപ്പിച്ചു തരാണ്. ഇതാ നിന്റെ അമ്മ, നീ അമ്മയുടെ കാര്യം നോക്കണം, അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്കണം, അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ജീവിതകാലം മുഴുവൻ അമ്മയെ ആദരിക്കണം. ഈ 4 സംഗതികൾ ഇന്ന് കത്തോലിക്കന്റെ ജീവിതത്തിലില്ല. നമ്മൾ ജപമാല ചെല്ലുന്നതും നൊവേന ചെല്ലുന്നതും നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞില്ല, അന്ന് ആ സെപ്റ്റംബർ 7-ാം തീയതി രാത്രി അമ്മ പറഞ്ഞ സംഗതിയാണ്. അമ്മയ്ക്ക് അതിൽ വേദനയുണ്ട്. നമ്മൾ കാണുന്നില്ലേ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീര് വരുന്നത്? എന്തേ രക്തക്കണ്ണീര് വരാൻ കാരണം? എന്തേ പ്രിയമുള്ളവരെ? നമ്മുടെ ജീവിതം കണ്ടുകൊണ്ടാ. എന്റെ അമ്മയെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞ ആ തമ്പുരാന്റെ അമ്മ, ആ അമ്മയുടെ കണ്ണിൽ നിന്നാണ് രക്തക്കണ്ണീര് വരുന്നത്. ഇതിനാരോ ഉത്തരവാദി? ഇവിടെയാണ് നമ്മൾ റീതിങ്ക് ചെയ്യേണ്ടത്. നമ്മൾ അമ്മയുടെ ഇഷ്ടം ചോദിക്കാറുണ്ടോ? നിങ്ങൾ ചെന്നിട്ട് അമ്മയോട് ചോദിക്കുക, അമ്മയ്ക്ക് എന്താണ് വേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ് അമ്മയ്ക്ക് പറയാൻ അറിയൂ? നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക.
എന്റെ പ്രിയമുള്ളവർ, ഈ ഇത്ര നാളും ജപമാല ചൊല്ലിയിട്ടും ഈ നൊവേന ചൊല്ലിയിട്ടും എന്തേ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ സ്നേഹമില്ലാത്തത്, സാഹോദര്യമില്ലാത്തത്, കൂട്ടായ്മയില്ലാത്തത്? നമ്മുടെ ഇടവകകളിലെ കുടുംബ യൂണിറ്റുകളിലെ അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, മാതാവിന്റെ തന്നെ എത്രമാത്രം പ്രാർത്ഥനകള്, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇത്രമാത്രം പ്രാർത്ഥനകൾ കത്തോലിക്ക സഭയിൽ ഉണ്ടായിട്ടും ഈ കത്തോലിക്കര് ഈ ഇത്രയും പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടും എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബങ്ങള്, ഇടവകകള് നവീകരിക്കപ്പെടാതെ പോകുന്നത്? എന്റെ ഈ 650ഓളം ഇടവകളിലുള്ള ഈ അമ്മയുടെ നാമത്തിലുള്ള ഇടവകയിൽ എന്താ ഇത്രയും പേരേ ഉള്ളൂ ധ്യാനത്തിന്? അവിടെയാണ് നമ്മൾ എന്താ പറയുക തിരിച്ചറിയേണ്ടത്. നമ്മൾ അമ്മയെ ഉപയോഗിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ അമ്മയെ ഉപയോഗിക്കുകയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. എനിക്ക് നിങ്ങൾക്കും ഉപയോഗിക്കാനല്ല ഈ തമ്പുരാൻ അമ്മയെ എനിക്ക് തന്നത്. ഞങ്ങളുടെ അമ്മയെ ഉപയോഗിച്ച് ഈ ഭൂമിയിൽ ജീവിതം സുന്ദരമാക്കാനല്ല എന്റെ അപ്പച്ചൻ എന്റെ അമ്മയെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത്. ഞാൻ അവളെ സ്നേഹിച്ചതാ, ഞാൻ അവളെ കൊണ്ടു നടന്നതാ, അവളെനിക്ക് പ്രിയപ്പെട്ടവളാണ്. ഇതാ ഞാനിപ്പോ രോഗിയാണ്, എന്റെ അവസ്ഥ എനിക്കറിയില്ല, ഞാൻ പോയാൽ എന്റെ ഭാര്യ, ഇത് നിങ്ങളുടെ അമ്മ, അമ്മയെ നിങ്ങൾ നോക്കണം. അമ്മയെ നിങ്ങൾ നോക്കണം. അമ്മയെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഇതാണ് ക്രൈസ്തവന്റെ നിയോഗം. ഇതാണ് ക്രൈസ്തവന്റെ നിയോഗം. ആ നിയോഗത്തിൽ നിന്നൊക്കെ പ്രിയമുള്ളവരെ നമ്മൾ എത്ര അകന്നുപോയി. നിങ്ങൾ ഈ ഇടവക അമ്മയുടെ നാമത്തിൽ ഇടവകയാണ്. എന്തിനാണ് നിങ്ങൾ ഈ അമ്മയുടെ അടുത്തേക്ക് വരുന്നത്? നിങ്ങൾ സ്വയം ചോദിക്കുക. നിങ്ങൾ എന്തിനാണ് അമ്മയുടെ അടുത്തേക്ക് വരുന്നത്? നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടാനല്ലേ? അല്ലേ? അല്ലാതെ വേറൊരു സംഗതി അവിടെ ഇല്ലല്ലോ. അമ്മയുടെ കാര്യത്തെ കുറിച്ച് ജീവിതകാലം മുഴുവൻ അമ്മയെ ആദരിക്കണം. അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്കണം. ആരാണ് അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്കുന്നത്? നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളല്ലേ ഉള്ളൂ. ആ ഇഷ്ടങ്ങൾ സാധിച്ചു കിട്ടാൻ ഞാൻ നൊവേനയ്ക്ക് വരുന്നു. അത് ഞാൻ പച്ചയായിട്ടും പറയാണ്. നൊവേനയ്ക്ക് ഞാൻ വരുന്നു, ഞാൻ കൊന്ത ചെല്ലുന്നു, അല്ലേ? നമ്മൾ തിരിച്ചറിയും പറയുന്നത് അമ്മയെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതാണ്. നിങ്ങൾ അമ്മയുടെ സ്തോത്രഗീതം, നമുക്ക് വളരെ സുപരിതമായ സ്തോത്രഗീതം. ഈ സ്തോത്രത്തിൽ അമ്മ എന്താ പറയണത്? മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. തൃപ്തിയോടുകൂടിയിട്ട് അമ്മ പറയാണ്, എന്റെ ചിത്തം, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ അമ്മയോടൊന്ന് ചോദിച്ചേ, അമ്മയ്ക്ക് ഈ സർവശക്തൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് ചെയ്തു തന്ന ആ വലിയ കാര്യങ്ങൾ, ഇതാണ് അമ്മ എനിക്ക് പറഞ്ഞു തന്നത്. ഈ ദൈവം, നിങ്ങൾ അമ്മയോട് ചോദിക്കുക, അമ്മയ്ക്ക് ഈ സർവശക്തൻ അമ്മയ്ക്ക് തന്ന ആ വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് സന്തോഷത്തോടുകൂടി പറയുന്ന ഒരു അമ്മയുണ്ടല്ലോ. ആ അമ്മയോട് നിങ്ങൾ ചോദിക്കേ, അമ്മ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഈ സർവശക്തൻ അമ്മയ്ക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ എന്താ? നമുക്ക് അമ്മയുടെ വിശേഷണങ്ങൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് അമ്മയുടെ വിശേഷണങ്ങൾ? നമ്മൾ ജപമാലയിൽ 5 രഹസ്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന ഒരു ലുത്തീനിയുണ്ട്, അമ്മയുടെ ലുത്തീനിയ. ഇതാണ് നമ്മുടെ അമ്മയുടെ അല്ലെങ്കിൽ ആ വിശേഷണങ്ങൾ. ഇതാണ് മാലാഖമാരുടെ രാജ്ഞി, ഗന്ധഗോപുരം, സ്വർണാലയം, അല്ലേ? ആ ലുത്തീനിയാണ് അമ്മയുടെ വിശേഷണങ്ങൾ. പ്രിയമുള്ളവരെ, അതല്ല, ആ വിശേഷണങ്ങൾക്കൊക്കെ മുൻപ് സ്വർഗത്തെ സൂര്യനെ ഉടയാടയാക്കുന്നതിന് മുൻപ്, ഭൂമിയെ പാദപീഠമാക്കുന്നതിന് മുൻപ് ഈ അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമുണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ. ആ ജീവിതത്തിലാണ് അമ്മയെ പരിശുദ്ധ ത്രിത്വം, നമ്മൾ എന്താ പറയുക, ഓഗസ്റ്റ് 15-ാം തീയതി അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളാണ്. അമ്മ സ്വർഗത്തിലേക്ക് അവിടെ ചെന്ന് അമ്മയെ സ്വർഗീയ രാജ്ഞിയായിട്ട് വാഴിച്ചപ്പോഴല്ല അമ്മ പറഞ്ഞത്, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് അവളെ സ്വർഗത്തിന്റെയും മാലാഖമാരുടെയും രാജ്ഞിയായിട്ട് വാഴിച്ചപ്പോഴല്ല.
ഈ ഭൂമിയിൽ എന്നെ പോലെ നിങ്ങളെപ്പോലെ ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നിങ്ങൾ ചോദിക്കും അമ്മയോട്, അമ്മയ്ക്ക് ഈ സർവശക്തൻ ഈ ഭൂമിയിൽ തന്ന അനുഗ്രഹങ്ങൾ എന്താണ് ചോദിക്കുക. അതാണ് അമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അമ്മ പറഞ്ഞ ഈ ഭൂമിയിൽ അമ്മ ജീവിച്ചിരിക്കുമ്പോ ഈ സർവശക്തൻ അമ്മയ്ക്ക് നൽകിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത്. അമ്മ എന്നോട് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, അമ്മയ്ക്ക് 3 വയസ്സ് പ്രായമായ സമയത്ത് അമ്മയുടെ അപ്പനായ ജോവാക്യം മരിച്ചു. അമ്മയ്ക്ക് 7 വയസ്സ് പ്രായമായ സമയത്താണ് അമ്മയുടെ അമ്മയായ അന്ന മരിക്കുന്നത്. പ്രിയമുള്ളവര്, 7-ാം വയസ്സിൽ 3-ാം വയസ്സിൽ അപ്പം മരിച്ചു, 7-ാം വയസ്സിൽ അമ്മ മരിച്ചു. 7-ാം വയസ്സിൽ അനാഥയായ ഒരു പെൺകുട്ടി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ 7-ാം വയസ്സിൽ അനാഥയായ ഈ കുട്ടി എവിടെയാണ് ജീവിച്ചിട്ടുണ്ടാവുക? നമ്മുടെയൊക്കെ ചിന്തകൾ പോകുന്നത് അവള് പ്രധാന പുരോഹിതന്റെ കൊച്ചുമോളായിട്ട് ഓടി നടന്നവളല്ല മറിയം. ഈ പ്രധാന പുരോഹിതന്റെ നേതൃത്വത്തിൽ ജെറുസലേം ദേവാലയത്തോടൊക്കെ ചേർന്ന് അവർ നടത്തിയിരുന്ന അനാഥാലയത്തിൽ വളർന്ന ഒരു അനാഥ പെണ്ണാണ് ഈ അമ്മ. അമ്മ പറഞ്ഞത് ആചാരാണ്, മോനെ ഞാനൊരു അനാഥയായിരുന്നു. ഈ അനാഥാലയങ്ങള് ഇന്നും ഉണ്ടായിരുന്നല്ല പ്രിയമുള്ളവര്. ദൈവം ഇസ്രായേലിലേക്ക് അയച്ച 16 പ്രവാചകന്മാര്. ഈ 16 പ്രവാചകന്മാരോട് ദൈവം പറഞ്ഞ സംഗതി എന്താണ്? നിങ്ങൾ അനാഥരോട്, വിധവകളോട്, കുഞ്ഞുങ്ങളോട്, പരദേശികളോട് നിങ്ങൾ കരുണ കാണിക്കണം. അതുകൊണ്ട് അന്നും ഉണ്ടായിരുന്ന അനാഥാലയങ്ങള് യഹൂദന്മാരുടെ സിനഗോഗിനോട് ചേർന്നും ദേവാലയം ജെറുസലേം ദേവാലയം ചേർന്നൊക്കെ അവർ നടത്തിയിരുന്ന അനാഥാലയത്തിൽ വളർന്ന ഒരു അനാഥ പെണ്ണാണ് ഈ അമ്മ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അമ്മ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അവിടെ ഇവിടെയും വായിച്ചു കേൾക്കുന്ന അല്ലെങ്കിൽ സംഗതികളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, എനിക്ക് അനാഥരെ കാണുമ്പോൾ എനിക്ക് അവരോട് സ്നേഹം തോന്നുന്നു, കാരണം എൻ്റെ അമ്മ ഒരു അനാഥയായിരുന്നു. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്ക്, അനാഥാലയങ്ങളിൽ പോയിട്ട്, കുഞ്ഞുങ്ങളുടെ അനാഥാലയങ്ങളിലും മുതിർന്ന അനാഥാലയങ്ങളിലും പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന, അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞിന്റെ മിനിമം അവകാശമാണ് അപ്പന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടി അവരുടെ തണലിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന്റെ മിനിമം അവകാശമാണ്, മാക്സിമം അവകാശമല്ല. മിനിമം അപ്പന്റെ അമ്മയുടെയും കൂടെ ജീവിക്കുക, അവരുടെ സ്നേഹം കിട്ടി ജീവിക്കുക, അവരുടെ സംരക്ഷണയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ മിനിമം അവകാശമാണ്. അതുപോലും നിഷേധിച്ചു ഈ പറയുന്ന സർവശക്തൻ. 7-ാം വയസ്സിൽ അനാഥയായ ഒരു പെൺകുട്ടി. നമ്മുടെ നാട്ടിലും പ്രിയമുള്ളവരെ, ഈ അനാഥ കുഞ്ഞുങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? അപ്പനും അമ്മയും മരിച്ചുപോയി, നോക്കാൻ വേറെ ബന്ധുമിത്രാദികളില്ലാത്ത ഇന്ന് നമ്മുടെ കുഞ്ഞു ജീവിക്കുന്നത് അനാഥാലയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അനാഥരെ കാണുമ്പോൾ എനിക്ക് അവരുടെ സ്നേഹം തോന്നുന്നു, കാരണം എൻ്റെ അമ്മ ഒരു അനാഥയായിരുന്നു. ഇനി ഈ അനാഥ പെണ്ണിനെ പ്രായപൂർത്തിയായപ്പോൾ അവരുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് പ്രധാന പുരോഹിതൻ ദേവാലയത്തിൽ അനൗൺസ് ചെയ്യും, ഇങ്ങനെ നമ്മുടെ അനാഥാലയത്തിലുള്ള ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, ആരെങ്കിലും വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കാണുക, പറയുക, അറിയിക്കുക. പ്രിയമുള്ളവരെ, ആരാണ് ഈ അനാഥ പെണ്ണിനെ പെണ്ണ് കാണാനായിട്ട് അവിടെ ചെല്ലുന്നത്? ആരാ ചെല്ലുന്നത്? ഒരു ആശാരി ജോസഫ്. ഈ അനാഥാലയത്തിൽ പോയി പെണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ അവനും ഏകദേശം ഒരു അനാഥൻ തന്നെയാണ്. കാര്യം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ആള് ദാവീദ് വംശജനാണെന്നൊക്കെ പറഞ്ഞാലും പിന്നെ വേറെ ബന്ധുമിത്രാദികളെ കുറിച്ചോ ഒന്നും തന്നെ അവിടെ സംസാരങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ചിന്തിച്ചാൽ മതി, ഇവിടെ ഇരിക്കുന്ന എത്ര ചേട്ടന്മാര്, അപ്പച്ചന്മാര് നിങ്ങൾ പെണ്ണ് കാണാനായിട്ട് ആദ്യം അനാഥാലയത്തിൽ പോയി ആരെങ്കിലും ഉണ്ടോ? ഇന്നും ഒരു ഗതിയും ഇല്ലെങ്കിലാണ് നമ്മുടെ സഹോദരങ്ങൾ പെണ്ണ് കാണാനായിട്ട് അനാഥാലയത്തിലേക്ക് പോകുന്നത്. ഒരു ഗതിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു 1-2 യുവാക്കള്. അവരെന്നെ അച്ഛാ ഇവിടെ അച്ഛൻ്റെ അല്ലെങ്കിൽ പരിചയത്തിലുള്ള വല്ല അനാഥാലയങ്ങളുണ്ടോന്ന് ചോദിച്ചു. ഞാൻ വെച്ചാൽ എന്തേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ പെണ്ണുങ്ങളൊന്നും കിട്ടാനില്ല. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ എല്ലാ ഇടവകളിലും നിറഞ്ഞു നിൽക്കുന്നത് ആണുങ്ങളാണ്. മറ്റത് പെമ്പിളരായിരുന്നു. ഞാൻ തൃശ്ശൂർ രൂപതയില് പറപ്പൂര് എന്ന് പറഞ്ഞ ഇടവകയിൽ 2 ദിവസം മുമ്പ് ഞാൻ
ഇങ്ങോട്ട് വരുന്ന തലേ ദിവസം ഞാൻ അവിടെ കുർബാനയ്ക്ക് പോയി. എൻ്റെ അമ്മയുടെ ആണ്ടിനെ ഞാൻ പോയത് കുർബാനയ്ക്ക് പോയത്. അപ്പോൾ അവിടുത്തെ കപ്പേര് രസകരമായിട്ട് കാര്യം പറഞ്ഞു. എൻ്റെ അച്ഛാ, ഇപ്പം നമ്മുടെ ആണുങ്ങളുടെ കയ്യിൽ അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റോ PG സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ആണുങ്ങളുടെ കയ്യിൽ ഐഫോണും അതുപോലെ തന്നെ പെൺപിള്ളേരുടെ കയ്യിലെല്ലാം ഡിഗ്രി PG MBA സർട്ടിഫിക്കറ്റുകളാണ്. ഇവരെന്നിട്ട് തേനേ പാലെന്ന് പറഞ്ഞ് നടക്കുകയാണ്. കാരണം പെൺപിള്ളേരൊക്കെ PDCയും കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് MBAയും കഴിഞ്ഞ് അതും കഴിഞ്ഞ് എത്രത്തോളം മാർക്ക് പഠിച്ചു വന്നു. നമ്മുടെ ആമ്പിള്ളേരുടെ കയ്യിൽ ഐഫോൺ മാത്രമേ ഉള്ളൂ. ഇന്ന് പ്രിയമുള്ളവർ പുറന്നിറങ്ങി നിൽക്കുന്നത് തൃശ്ശൂർ രൂപതയിലെ പെണ്ണ് കിട്ടാത്ത ആമ്പിള്ളാരുടെയും അതുപോലെ വിവാഹം കഴിക്കാത്ത യുവതികളുടെയും. കാരണം സാഹിത്യ പിതാവ് നോക്കിയപ്പോൾ രൂപതയിൽ ഒരുപാട് പെണ്ണ് കിട്ടാത്ത അല്ല യുവജനങ്ങൾ പ്രായം 35, 40, 38, 20 കിടക്കുന്ന ഇഷ്ടം പോലെ. അങ്ങനെ ഈ തൃശ്ശൂർ രൂപത ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഏത് കല്യാണം കഴിക്കാത്ത യുവതികളുടെയും കല്യാണം കഴിക്കാത്ത യുവാക്കന്മാരുടെയും ഒരു മീറ്റിംഗ് രൂപത DBCLCയിൽ വിളിച്ചു കൂട്ടി. അപ്പോൾ അതിൻ്റെ ഉദ്ദേശമായിരുന്നു, അപ്പോൾ ഇവരെ അവിടെ കൊണ്ടുവന്ന് അങ്ങനെ അവിടെ വെച്ച് ഇവർക്ക് ഇഷ്ടപ്പെടാൻ സംസാരിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ടുള്ള അത്ര രൂക്ഷമായ പ്രതിസന്ധിയിലൂടെ അന്ന് തൃശ്ശൂർ നടന്നു പോകുന്നത്. എറണാകുളത്ത് എനിക്ക് അറിയത്തില്ല, ഇരുതല്ല അങ്ങനത്തെ തന്നെയാണ് എല്ലാവരും. ഇന്ന് എവിടെ ചെന്നാൽ പരാതി അതാ. നിങ്ങൾക്കറിയോ, 400 ആമ്പിള്ളേർ വന്നു DBCLCയിലെ പെണ്ണ് കിട്ടാതെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പെണ്ണ് കിട്ടാതെ നടക്കുന്ന 400ഓളം ആമ്പിള്ളേർ വന്നപ്പോൾ 50 പെൺപിള്ളേരെ വന്നുള്ളൂ. ആ മീറ്റിംഗ് പൊളിഞ്ഞുപോയി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, നമ്മളാരും ഇരിക്കുന്ന നിങ്ങളാരും അനാഥാലയത്തിലൊന്നും പോയി പെണ്ണ് കാണുന്നില്ല. നമ്മൾ പെണ്ണ് കാണാൻ പോകുന്നത് നമ്മളെക്കാളും ഉയർന്ന ഉന്നത കുലജാതരും വിദ്യാഭ്യാസ മഹിമയ്ക്കുള്ളവരുടെ നമ്മൾ ഒരു ഗതിയില്ലെങ്കിലാണ്. അതെന്തേലാവട്ടെ, എന്തായാലും ഒരു ആശാരി ജോസഫ് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം പറഞ്ഞ് അവിടെ ചെന്നു. ഈ പ്രധാന പുരോഹിതൻ അദ്ദേഹവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തി. മനസ്സമ്മതം കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കുക പ്രിയമുള്ളവരെ, ഒരു യുവതിയുടെ മിനിമം അവകാശമാണ് കന്യകയായിട്ട് തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത്. ഒരു യുവതിയുടെ മിനിമം അവകാശമാണ്, മാക്സിമം അവകാശമല്ല. അതുപോലും നിഷേധിച്ചു ഈ പറയുന്ന സർവശക്തൻ. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകുന്ന അമ്മ, നമ്മൾ വചനം വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്കിതിലൊന്നും ഒരു ടെൻഷനും ഇല്ല. മാലാഹ വന്നു, അമ്മ ഗർഭിണിയായി, അതിനിപ്പോ എന്താ പ്രശ്നം? പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ അമ്മ ഗർഭിണിയായ വിവരം അമ്മയ്ക്കും സ്വർഗത്തിനും മാത്രമേ അറിയുള്ളൂ. ഈ വിവരം പിന്നെ അറിയുന്നത് ഈ ആശാരി ജോസഫാ. അമ്മ എന്ന് പറഞ്ഞിട്ട് വേറെ ആരും ഒന്നല്ല. അവിടെ എന്തായിരുന്നു റിയാക്ഷൻ? ഈ ഇത്രയും നല്ലവനായ നീതിമാനായ ഔസേപിതാവ് പോലും അമ്മയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനാണ് തീരുമാനിക്കുന്നത്. അയാള് ഒരു ആണത്തില്ലാത്തവണെന്നല്ല ഈ ആശാരി. നല്ല ആണത്വവും നാണവും മാനവുമുള്ള ഒന്നാന്തരം ഒരു യുവാവാണ് അയാള്. താൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ തീരുമാനിച്ചത് ഉപേക്ഷിക്കാൻ തന്നെയാണ്. ഒരാശാരിയുടെ നല്ല മനസ്സുകൊണ്ട് ജീവിതം നീട്ടിക്കിട്ടിയവളാണ് ഈ അമ്മ. ഉപേക്ഷിക്കാനായിട്ട് തന്നെയാണ് യാസ തീരുമാനിച്ചത്. പക്ഷേ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട്, നീതിമാനായതുകൊണ്ട്, ഞാനിവളെ രഹസ്യത്തിൽ ഉപേക്ഷിച്ചാലും 5-6 മാസം കഴിയുമ്പോൾ ഇതൊക്കെ ലോകമറിയും. ചോദിക്കും മറിയത്തിനോട്, ആരാണ് നിന്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിന്റെ തന്ത എന്നുള്ളത്. ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് മാലാഖ വന്നെന്ന് പറഞ്ഞാലൊന്നും പ്രിയമുള്ളവരെ ആരും കേൾക്കാൻ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു യുവതിയുടെ അടുത്ത് ഈ മാലാഖ ഇതുപോലെ ഇന്ന് രാത്രിയോ നാളെ രാത്രിയോ മാലാഖ വന്നിട്ട് പറയാണ്, നിങ്ങൾ ആരാണ് അത് ഏറ്റെടുക്കുക? നിങ്ങൾ ഏറ്റെടുക്കും. നിങ്ങൾ പറയും, മാലാഖെ ഞാൻ ഏറ്റെടുക്കാം, പക്ഷെ എന്നെ കെട്ടാൻ പോകുന്നവനോട് ഒരു വാക്കൊന്ന് പറഞ്ഞേരും, അല്ലെങ്കിൽ എൻ്റെ അപ്പനോട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയോട്, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരനോട്, ഒരാളോടെങ്കിലും നീ പിഴച്ചവളാണ് എന്ന് സമൂഹം എന്നെ നോക്കി വിളിച്ചു പറയുമ്പോൾ, ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നീ പിഴച്ചവളാണ് എന്ന് ഈ സമൂഹം എന്നെ നോക്കി ആക്രോശിക്കുമ്പോൾ, ഇവൾ പിഴച്ചവളല്ല, ഇവളുടെ ഉദരത്തിലുള്ള ശിശു ദൈവത്തിന്റെ ശിശുവാണെന്ന് ഒന്ന് ഏറ്റുപറയാൻ, എന്നോട് ചേർന്നൊന്ന് നിൽക്കാൻ ഒരാളെങ്കിലും കൊടുത്തില്ല. ഈ പറയുന്ന സർവശക്തൻ കൊടുത്തില്ല. അമ്മ അനുഭവിച്ചിട്ടുള്ള വേദന നിങ്ങളൊന്ന് ധ്യാനിക്കണം. എന്നിട്ട് മതി അമ്മയുടെ അടുത്ത് എന്നുള്ള അനുഗ്രഹങ്ങൾ ചോദിക്കല്. അമ്മ അനുഭവിച്ച് കടന്നുപോയ ആത്മസംഘർഷം അമ്മയ്ക്കും സ്വർഗത്തിന് മാത്രം അറിയാവുന്ന. നിങ്ങളുടെ വീട്ടില് ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ 20 വയസ്സായ പെൺകുട്ടിയോ 15 വയസ്സായ അല്ലെങ്കിൽ പെൺകുട്ടിയോ ഛർദ്ദിക്കുകയാണ്.
നിങ്ങൾ ചോദിക്കുക എന്താ മോളെ സംഭവിച്ചേ? അവൾ പറയാ, അപ്പാ അമ്മേ ഞാൻ ഗർഭിണിയാണ്, ഇന്നലെ മാലാഹ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ അവളുടെ മുന്നിൽ മുട്ടുകുത്തുന്ന ഏത് അപ്പൻ അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്? അവളുടെ മുന്നിൽ മുട്ടുകുത്തുന്ന, എന്റെ ഉദരത്തിൽ വളരുന്നത്, ഞാൻ ഗർഭിണിയാണ്, ഇത് ഇന്നലെ മാലാഹ വന്ന കാര്യം പറഞ്ഞു ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ അവളുടെ മുന്നിൽ മുട്ടുകുത്തുന്ന ഏത് അപ്പനമ്മയാണുള്ളത് ഇവിടെ? അമ്മ ചൂലെടുക്കും, അപ്പൻ വാക്കത്തി എടുക്കും, ആംഗളമാരൊക്കെ കിട്ടിയ ആയുധങ്ങളൊക്കെ എടുക്കും അല്ലേ? നിങ്ങള് ഒരു ഇംഗ്ലീഷ് ഫിലിം മേരി മദർ ഓഫ് ജീസസ് എന്ന് പറയുന്ന സിനിമയില് അമ്മ ഇതുപോലെ മാർക്കറ്റിലേക്ക് എന്ത് സാധനം വാങ്ങിക്കാനായിട്ട് അമ്മ പോകുക. അങ്ങനെ മാർക്കറ്റിൽ നിന്നുകൊണ്ട് അമ്മ സാധനം വാങ്ങിക്കുന്ന സമയത്ത് അവിടെ ഇഷ്ടം സ്ത്രീകളും ആൾക്കാരൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. അവിടെ ഒരു പ്രായമായൊരു സ്ത്രീ, അവള് അമ്മയെ, കാരണം ആശാരി ഔസേഫുമായിട്ട് മനസ്സമ്മതം കഴിഞ്ഞിട്ടുള്ളവളാണ്. അപ്പോൾ അമ്മയെ ഇവളിങ്ങനെ നേരി നോക്കുക. സ്ത്രീകൾക്ക് ഒരു 6ാം ഇന്ദ്രിയമുണ്ട്. നമ്മൾ ആണുങ്ങൾക്കൊന്നും ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ സ്ത്രീകൾക്ക് ഒറ്റനോട്ടത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ സ്ത്രീ നോക്കിയപ്പോൾ അമ്മയുടെ വയറിന് ഒരു ചെറിയ ഒരു വീർമത, കാരണം സ്ത്രീയാണ്. അവള് നോക്കിയപ്പോ എന്തോ ഒരു പന്തിക്കേട്. അവള് വേറെ സ്ത്രീയോട് ഈ സംഗതി അപ്പം തന്നെ പറഞ്ഞു. അടുത്ത് വിളിച്ചിട്ട് ഇത് കാണിച്ചു കൊടുത്തു. കാരണം അവളുടെ ശരീരത്തിന് എന്തോ ഒരു മാറ്റം. അങ്ങനെ ഈ സ്ത്രീ എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, മേരി ആർ യു പ്രഗ്നന്റ്? നീ ഗർഭിണിയാണോ എന്ന് അമ്മയോട് ഫേസ് ടു ഫേസ് ചോദിക്കാൻ. നിങ്ങൾ പറ, എന്തായിരിക്കും അമ്മയുടെ ഉത്തരം? എന്തായിരിക്കും അമ്മയുടെ ഉത്തരം? അമ്മ പറഞ്ഞു, അമ്മ ആ ചോദ്യം കേട്ട് എന്തു പറയണം, അമ്മ അങ്ങനെ വേർത്ത് നിൽക്കുകയാണ്. പക്ഷെ അമ്മയ്ക്ക് കള്ളം പറയാനായിട്ട് സാധിക്കില്ല. അമ്മ പറഞ്ഞു യെസ്. അവിടെ സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറി. ആ ജനം അപ്പോഴേക്ക് അവിടെ വന്നു, ഇവൾ വേശ്യയാണ്, കാരണം ജോസഫായിട്ട് വിവാഹനിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ. ഇവൾ പറയുന്നു, വേറെ പറഞ്ഞില്ല, ഇവൾ പറയുന്നു ഞാൻ ഗർഭിണിയാണെന്ന്. ഇവൾ പിഴച്ചവളാ, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അതാണ് മോശയുടെ നിയമം. ഭയങ്കര ബഹളമായി. ഈ ഒച്ചും ബഹളം കേട്ടിട്ടാണ് ഔസേപിതാവ് വരുന്നത്. ഔസേപിതാവ് ഈ ഒച്ചും ബഹളമൊക്കെ കേട്ടപ്പോ ആള് ആ ഭാഗത്തുണ്ടായിരുന്നു. എന്താണ് ഈ പ്രശ്നം നോക്കിയപ്പോ നമ്മൾ കെട്ടാൻ പോകുന്ന പെണ്ണ് ഒത്ത നടുക്കലുണ്ട്, ചുറ്റും ജനങ്ങൾ ആഘോഷിക്കുന്നു, ഇവള് കല്ലെറിഞ്ഞു വരണം, ശരിയല്ല. അപ്പൊ ഔസേപിതാവ് ആളുകളിനൊക്കെ ഉന്തി മാറ്റി തള്ളി മാറ്റി ചെന്ന് മരുന്നെത്തിക്കുന്നു. ചോദിച്ചു, എന്താ പ്രശ്നം, എന്താ കാര്യം? അപ്പോൾ തന്നെ ഇവര് പറഞ്ഞു, ജോസഫ്, നീ കെട്ടാൻ പോകുന്ന ഈ പെണ്ണ് മറിയം ഗർഭിണിയാണ്. അപ്പോഴാണ് ഔസേപിതാവും ഈ കാര്യം അറിയണത് കേട്ടോ. അയാളെ സംവിധായകൻ അങ്ങനെ പ്രസന്റ് ചെയ്യേണ്ടത്. കേട്ടപാടെ ഔസേപിതാവ് ഒന്ന് ഞെട്ടി. അദ്ദേഹം 1 മിനിറ്റ് അങ്ങനെ അമ്മയെ നോക്കിയാണ് നിൽക്കാൻ ഔസേപിതാവ്. എന്നിട്ട് അമ്മേൻ്റെ അടുത്ത് ചെന്ന് അമ്മേനെ ഇങ്ങനെ കെട്ടിയിട്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ ചൈൽഡ്, അതെന്റെ കുഞ്ഞാ. അതോടെ വിഷയങ്ങൾ തീർന്നു. പ്രിയമുള്ളവരെ, അമ്മ അനുഭവിച്ചു പോയിട്ടുള്ള വേദന ഒരാൾ പോലും സാക്ഷി പറയാനില്ല. കൊടുത്തില്ല ഈ പറയുന്ന സർവശക്തൻ. ഇനി അടുത്തത്, അങ്ങനെ ഔസേപിതാവും അമ്മയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു അമ്മയുടെ വിവാഹിതയായ അമ്മയുടെ മിനിമം അവകാശമാണ് തന്റെ കുഞ്ഞിനെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് പ്രസവിക്കുക എന്ന് പറയുന്നത് ഒരമ്മയുടെ മിനിമം അവകാശമാണ്. എവിടെയാണ് പ്രിയമുള്ളൊരു അമ്മ പ്രസവിക്കുന്നത്? ഒരു കടത്തെണ്ണയിൽ എന്ന പോലെയാണ് പ്രസവിക്കുന്നത്. ഒരു കാലിത്തൊഴുത്തില്. ഈ കാലിത്തൊഴുത്തിൽ അമ്മ പ്രസവിച്ചു എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവാറില്ല. കാരണം നമ്മൾ കാണുന്ന കാലിത്തൊഴുത്ത്, ക്രിസ്മസ് കാർഡിലൊക്കെ നമ്മൾ കാണുന്ന കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത് ഹൈടെക് ഹോസ്പിറ്റലിനേക്കാളും മനോഹരമാണ് അല്ലേ? നല്ല വെളുത്ത് തുടുത്ത് നല്ല വൃത്തിയുള്ള പഞ്ഞിക്കെട്ട് പോലെയുള്ള ആട്ടിൻകുട്ടികള്, കാളക്കുട്ടികള്, പിന്നെ നല്ല എന്താ പറയാ വൈക്കോല്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉറങ്ങാൻ തോന്നും. ഇതാണ് നമ്മുടെയൊക്കെ ക്രിസ്മസ് കാർഡിലുള്ള പുൽക്കൂട് എന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, ഈ കാലിത്തൊഴുത്ത് നിങ്ങളുടെയൊക്കെ വീടുകളിൽ, നിങ്ങൾ സിറ്റിയിൽ എനിക്ക് അറിയത്തില്ല, നമ്മുടെയൊക്കെ വീടുകളിൽ കാലിത്തൊഴുത്തുണ്ടല്ലോ. ഈ കാലിത്തൊഴുത്തിന്റെ അവസ്ഥ എന്താ പ്രിയമുള്ളവർ? നിങ്ങൾ ഈ ക്രിസ്മസ് കാർഡിൽ കാണുന്ന കാലിത്തൊഴുത്താണോ നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ള കാലിത്തൊഴുത്ത്? അല്ല. ഇന്ന് നമ്മുടെ പശുവും ആടും ഇടുന്ന അതേ മൂത്രവും അതേ ചാണകവും തന്നെയാണ് അന്നത്തെ ആടും പശു കിട്ടുകൊണ്ടിരുന്നത്, സെന്റ് നിലൊഴിച്ചുകൊണ്ടിരുന്നിരുന്നത്.
ഈ വൃത്തികെട്ട സ്ഥലത്താണ് ഈ അമ്മ പ്രസവിക്കുന്നത്. ഒരു കടത്തെണ്ണയിൽ. ഇന്ന് നമ്മുടെ നാട്ടില് ആരോരില്ലാത്ത അനാഥരൊക്കെ എത്രയോ അമ്മമാര് റോഡിൽ പ്രസവിക്കുന്നു, കടത്തെണ്ണയിൽ പ്രസവിക്കുന്നു, ആരും നോക്കാനില്ലാത്ത. അതേപോലെ ഒരു കടത്തെണ്ണയിൽ എന്ന പോലെയാണ് അമ്മ പ്രസവിച്ചത്. ഇനി അവളുടെ കുഞ്ഞിനെ, ദൈവം അവർക്ക് കൊടുത്ത കുഞ്ഞിനെ, ദൈവത്തെ അലംഘ്യമായ നിയമമാണ്, നിങ്ങൾ ആദിജാതനെ എനിക്ക് നിങ്ങൾ സമർപ്പിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ അലംഘ്യമായ നിയമമാണ്. ആ നിയമം അനുസരിച്ച് പ്രിയമുള്ളവരെ, ഔസേപിതാവും അമ്മയും യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായിട്ട് അവർ കൊണ്ടുപോകുന്നു. പ്രിയമുള്ളവരെ, ഇവർ യേശുവിനെ സമർപ്പിക്കാനായിട്ട് ഇവർ കൊണ്ടുപോകുമ്പോൾ ഈ ഔസേപിതാവ് കൊണ്ടുപോയത് 2 ചെങ്ങാലിപ്രാവുകളെയാണ്. പ്രിയമുള്ളത്, 2 ചെങ്ങാലിപ്രാവുകളെ. ഈ ചെങ്ങാലിപ്രാവുകൾ ആർക്കുള്ളതാണെന്നറിയോ? നിങ്ങൾ ലേവായുടെ പുസ്തകം അധ്യായം 12 വാക്യം 8 ഇങ്ങനെ വായിക്കുന്നത്, ആട്ടിൻകുട്ടിയെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ, ആൺകുഞ്ഞിനെ സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോകണമെന്നറിയോ? ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകണം. ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. ഈ ആശാരി കൊണ്ടുപോയതേ 2 ചെങ്ങാലിപ്രാവുകളെയാണ്. ഒരു ആട്ടിൻകുട്ടിയെ പോലും വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല കുടുംബത്തിന്. അത്രമാത്രം ദരിദ്രയായ അമ്മ. നിങ്ങള് സാമുവേലിന്റെ പുസ്തകത്തില് സാമുവേലിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായിട്ട് ഹന്ന കൊണ്ടുവരുമ്പോ അവൾ കൊണ്ടുവരുന്നത് എന്താണെന്നറിയോ? അവൾ കൊണ്ടുവരുന്നത് 1 കുടം വീഞ്ഞ്, 1 കാള, 1 ആട്ടിൻകുട്ടി. കാരണം അവൾക്ക് സമ്പത്തുണ്ടായിരുന്നു. അവൾ എൽക്കാനയുടെ ഭാര്യയായിരുന്നു. അവൾ തങ്ങളുടെ മകനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ അവൾ കൊണ്ടുവരുന്നതെന്നറിയോ? പിന്നീട് 3 വയസ്സുള്ള 1 കാളക്കുട്ടി, 1 എഫാ മാവ്, 1 കുടം വീഞ്ഞ് എന്നിവയോടുകൂടെ അവൾ അവനെ ഷീലോയിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. സാമുവേലിനെ ദൈവത്തെ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുമ്പോ എൽക്കാനയും അവന്റെ ഭാര്യ ഹന്നയും കൊണ്ടുവന്നത് 3 വയസ്സുള്ള 1 കാളക്കുട്ടി, ആട്ടിൻകുട്ടി എന്നല്ല, 3 വയസ്സുള്ള 1 കാളക്കുട്ടി, 1 എഫാ മാവ്, പിന്നെ 1 കുടം വീഞ്ഞ്. കാരണം അവന് സമ്പത്തുണ്ടായിരുന്നു. അയാൾക്ക് 2 ഭാര്യമാരാണ്, മക്കള്. എന്താ പറയാ, സമ്പന്നായ മനുഷ്യൻ. അവൻ കൊണ്ടുവന്നത് 3 വയസ്സുള്ള ആട്ടിൻകുട്ടീനെയല്ല, കാളക്കുട്ടീനെയാണ്. ഇവിടെ യാശാർ ജോസഫ് പ്രിയമുള്ളവർ കൊണ്ടുവരുന്നത് 2 ചെങ്ങാലിപ്രാവുകളെയാണ്. ഈ അമ്മയുടെ വിശേഷത അതാണ്. അവൾ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ ഒരമ്മ. ഇനി അടുത്തത് പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യന്റെയും നമ്മുടെയൊക്കെ മിനിമം അവകാശമാണ് നമ്മൾ ജനിച്ച നാട്ടിൽ ജീവിക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ആരുടെയും ഓശാരമൊന്നല്ല. ഇപ്പൊ കേരളത്തിന്റെ മുകളിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രക്ഷോഭം? കാരണം അവർ ജീവിച്ചിരുന്ന അവരുടെ വീട്, സ്ഥലം. കാരണം ഞങ്ങൾ എവിടെ പോകാൻ? ഞങ്ങൾ ഈ സ്ഥലം വിട്ട് പോകരുത്. ഇത് ഞങ്ങളുടെ പിതാക്കന്മാരായിട്ടൊക്കെ ഞങ്ങൾ അധ്വാനിച്ച് വാങ്ങിച്ച സ്ഥലമാണിത്. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യന്റെയും മിനിമം അവകാശമാണ് അവൻ ജനിച്ച നാട്ടിൽ ജീവിക്കുക എന്നുള്ളത്. അതുപോലും നിഷേധിച്ചു ഈ പറയുന്ന സർവശക്തൻ. തങ്ങളുടെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി 1400 കിലോമീറ്റർ ദൂരമുള്ള ഈജിപ്തിലേക്ക്, വിദേശ രാജ്യത്തേക്ക് ഓടിപ്പോയ ഒരു അഭയാർത്ഥിയാണ് ഈ അമ്മ. അതുകൊണ്ടാണ് ഫാത്തിമാർ ബാബ വീണ്ടും പറയുക, എനിക്ക് അഭയാർത്ഥികളെ കാണുമ്പോൾ എനിക്ക് അവരോട് സ്നേഹം തോന്നുന്നു. കാരണം എൻ്റെ അമ്മ ഒരു അഭയാർത്ഥിയായിരുന്നു. ഈ സിറിയയിൽ നിന്നും മറ്റൊന്നൊക്കെ ജീവനും കൊണ്ട് ഓടി വരും. അതുകൊണ്ടാണ് ഫാത്തിമാർ ബാബ ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയോടും ബ്രിട്ടനോടും ഇറ്റലിയോടും ഒക്കെ പറയുന്നത്, നിങ്ങൾ അഭയാർത്ഥികളെ നിങ്ങൾ സ്വീകരിക്കണം. ജീവനും കൊണ്ടാണ് അവർ ഓടി വരുന്നത്. അവരെ സ്വീകരിക്കണമെന്ന് പോപ്പ് പറയുന്നതിന്റെ കാര്യം ഇതാണ്, എൻ്റെ അമ്മ ഒരു അഭയാർത്ഥിയായിരുന്നു, മറക്കരുത്. ഇനി ഈ അഭയാർത്ഥി ജീവിതമൊക്കെ കഴിഞ്ഞു. അമ്മയും ഔസേപിതാവും യേശുവും കൂടി അവർ സ്വന്തം നാട്ടിലേക്ക് വരുന്നു. ഈ സ്വന്തം നാട്ടിൽ വന്നിട്ട് പ്രിയമുള്ളവരെ, അവരെവിടെയാണ് താമസിക്കുന്നത്? നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, അവര് നസ്രത്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ പോയി പാർത്തു.
നസ്രത്ത് എന്ന് പറയുന്ന പട്ടണം, നമ്മൾ ആ വചനം വായിക്കുമ്പോഴായിരിക്കും ഈ ഔസേപിതാവ് ഈജിപ്തിൽ പോയിട്ട് നല്ല ആശാരിപ്പണിയൊക്കെ ചെയ്ത് സമ്പാദിച്ചിട്ട് വന്നതാണ്. അപ്പോൾ പുള്ളി താമസം എവിടെയാണ്? നസ്രത്ത് എന്ന് പറയുന്ന പട്ടണം. ഇപ്പൊ നിങ്ങൾ എറണാകുളംകാരായിരിക്കും, അപ്പോൾ തൃശ്ശൂർക്കാരനായി എനിക്ക് ഈ പട്ടണം, സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചിത്രമുണ്ട്. വലിയ വലിയ കെട്ടിടങ്ങൾ, എന്തായാലും വളരെ ഡെവലപ്പായിട്ടുള്ള ഏരിയകൾ. പ്രിയമുള്ളവർ, ഈ നസ്രത്ത് എന്ന് പറയുന്ന പട്ടണം, ആ നസ്രത്തിനെ കുറിച്ചാണ് അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്ന നത്താനിയേലിനോട് ഞങ്ങൾ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ കണ്ടു എന്ന് യോഹന്നാനും അന്ത്രോസും എന്ന് പറയുമ്പോൾ ഈ നത്താനിയേൽ എന്താ പറഞ്ഞത് നിങ്ങൾക്ക്? ഈ നത്താനിയേലിനെ നോക്കിയിട്ട് ഈശോ പറഞ്ഞത് എന്താണെന്നറിയോ? ഇതാ ഇസ്രായേലിലെ നിഷ്കളങ്കനായൊരു മനുഷ്യൻ, വിശുദ്ധനായൊരു മനുഷ്യൻ. ഇനി ഒരു മാർപ്പാപ്പയുടെയും കാനനൈസേഷൻ വേണ്ട. അവിടെ സ്വർഗം സാക്ഷ്യപ്പെടുത്തിയ തമ്പുരാൻ നേരിട്ട് പറയാണ്, ഇതാ ഇസ്രായേലിലെ നിഷ്കളങ്കനായൊരു മനുഷ്യൻ, വിശുദ്ധനായ മനുഷ്യൻ. ഈ വിശുദ്ധന്റെ വായിൽ നിന്നാണ് ആ വാക്ക് വീണ്. എന്താ അറിയോ? നസ്രത്തിൽ നിന്ന് എന്ത് നന്മ വരാൻ, നസ്രത്തിൽ നിന്ന് എന്ത് നന്മ വരാൻ. ഈ നസ്രത്ത് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു അഴുക്കുചാല, വേശികളും ഗുണ്ടകളും ചുങ്കക്കാരും അങ്ങനെയുള്ളവരൊക്കെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ട വിഭാഗങ്ങൾ. പ്രിയമുള്ളവർ, ഞാൻ ചോദിക്കട്ടെ, ഇന്നും നമ്മുടെയൊക്കെ നാട്ടില് ഈ പാവപ്പെട്ടവർ ജീവിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെയൊക്കെ നാട്ടിൽ ഇന്നും വീട് വെക്കാനും ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കാനും സാമ്പത്തികമില്ലാത്ത പാവപ്പെട്ടവർ ജീവിക്കുന്നത് എവിടെയാണ്? ചേരികളിലാണ്, ചേരികളില്. അതുപോലെ തന്നെ സർക്കാരിന്റെ പുറംപോക്കുകളില്. പ്രത്യേകിച്ച് നമ്മുടെ ചേട്ടന്മാരും സഹോദരന്മാരും റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ബിസിനസ്സിലേക്ക് കടന്നു വന്നതോട് കൂടിയിട്ട് പ്രിയമുള്ളവരെ, നമുക്കിനി ഒരു 10 പൈസ ഉണ്ടാക്കിയാൽ ഭൂമി കിട്ടാനില്ല. ഞാൻ നിങ്ങളോട് പറയും, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ശപിക്കപ്പെട്ട ഒരു ബിസിനസ്സാണ്. അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ലാഭം പൈസ പറയുന്നത് അത് രക്തത്തിന്റെ മണമുണ്ട് അതിന്. ഈശോയ്ക്കിന് 30 വെള്ളി നാണയത്തിന് ഈ യൂദാസ് യേശുവിനെ ഒറ്റുകൊടുത്തു. അതിനുശേഷം അവൻ ആ 30 വെള്ളി നാണയം ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞ് അവൻ തൂങ്ങിച്ചെത്തു. ആ പ്രധാന പുരോഹിതന്മാര് ആ 30 വെള്ളി നാണയം അവിടെ നിന്ന് അവൻ എറിഞ്ഞു കളഞ്ഞ ആ 30 വെള്ളി നാണയം അവരെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഭണ്ഡാരത്തിൽ നേർച്ചപ്പെട്ടിയിലിടുന്നത് ശരിയല്ല, കാരണം ഇത് രക്തത്തിന്റെ വിലയാണ്. അതുകൊണ്ട് അവര് ഒരു താഴ്ന്ന ജാതിക്കാരന്റെ കുശവന്റെ പറമ്പ് ആ പൈസ കൊടുത്ത് വാങ്ങി. ഇത് നേരത്തെ പെട്ടിയിടുന്നത് ശരിയല്ല, ഇത് രക്തത്തിന്റെ വിലയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് വീടുണ്ട്, എനിക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. എനിക്ക് ആവശ്യമില്ലാത്ത സ്ഥലം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ആവശ്യമുള്ളവനെ ലക്ഷങ്ങൾ കൂട്ടി ഞാൻ വിൽക്കുന്നു. എന്നിട്ട് അതിന്റെ ലാഭം കൊണ്ട് മാതാവിന് ഊട്ടിത്തരുന്ന ആള്, ഔസേപിതാവിന് ഊട്ടിത്തരുന്ന ആള്, അല്ലെ? ശപിക്കപ്പെട്ട പൈസയാണത്. നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ നിങ്ങൾ ദേവാലയത്തിന് നേർച്ചപ്പെട്ടിൽ നിങ്ങൾ ഇടരുത്. അത് ശപിക്കപ്പെട്ട പൈസയാണ്, രക്തത്തിന്റെ വിലയാണത്. ഇന്നും നമ്മുടെ പ്രിയമുള്ളവര് തീരെ പാവപ്പെട്ടവര്, അവർക്ക് ഇന്നും വീട് വെക്കാനോ താമസിക്കാനോ സ്ഥലമില്ല. ആ പാവങ്ങൾ ഇന്നും ജീവിക്കുന്നത് എവിടെയാണെന്നറിയാം നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു, ചേരിയില, സർക്കാരിന് പുറമ്പോക്കില്ല. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് ഈ വേശികളോടും ഈ കൊട്ടേഷൻ ടീമിനോടും ഈ അലമ്പ് കാണിക്കുന്നവരോടൊക്കെ ഇത്രമാത്രം സ്നേഹിക്കാൻ കാരണം അറിയോ? അവൻ വളർന്നത് അവരുടെ കൂടെയാണ്. ഒരു വേശ്യ കാണുമ്പോൾ അവനറിയാം ആരാണ് ഇവള് വേശ്യയാക്കിയതെന്ന്, എന്തുകൊണ്ടാണ് ഇവൾക്ക് ഇവളുടെ ശരീരം വിൽക്കേണ്ടി വന്നതെന്ന് ഈ തമ്പുരാൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ വേശ്യ പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്നപ്പോ കെട്ടിപ്പിടിച്ച് നെഞ്ചെടുത്ത് പറഞ്ഞത്, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല, നീ സമാധാനത്തിൽ പോവുക. അവൻ കണ്ടു വളർന്നത് ഈ ചുങ്കക്കാരനെയും ഈ നമ്മൾ സമൂഹം പാപികൾ എന്ന് പറയുന്ന മനുഷ്യരെയാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു മിനിമം അവകാശമാണ് ഒരു നല്ല സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ മിനിമം അവകാശമാണ്. അതുപോലും നിഷേധിച്ചു ഈ പറയുന്ന സർവശക്തൻ. ഇനി പ്രിയമുള്ള അടുത്തെന്താണ്? ഒരു വിവാഹിതയായ യുവാവിന്റെ ആണെങ്കിലും യുവതിയുടെ ആണെങ്കിലും അവരുടെ മിനിമം അവകാശമാണ് തന്റെ ഭാര്യയുടെ കൂടെ, ഭർത്താവിന്റെ കൂടെ വാർദ്ധക്യത്തിൽ എത്തുന്നത് വരെ ജീവിക്കുക എന്നുള്ളത്, ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്. ഗോൾഡൻ ജൂബിലി, പ്ലാറ്റിനം ജൂബിലി ഒക്കെ ആഘോഷിച്ച് ഒരുമിച്ച് വാർദ്ധക്യത്തിൽ എത്തുന്നവരെ ജീവിക്കുക എന്നുള്ളത് പ്രിയമുള്ളവരെ വിവാഹിതരുടെ മിനിമം അവകാശമാണ്, മാക്സിമം അവകാശമല്ല. നിങ്ങൾ
തോബിയാസിന്റെ പുസ്തകം അധ്യായം 8 ആ അധ്യായത്തിന്റെ പേര് ഇതാണ്, തോബിയാസിന്റെ ആദ്യ രാത്രി. അവൻ സാറെ കല്യാണം കഴിച്ചു. ആദ്യ രാത്രിയില് ആദ്യം തോബിയാസ് പ്രാർത്ഥിക്കുകയാണ്. ഭാര്യ എന്താ പറയാ ഉലസ് പാലായിട്ട് വന്നപ്പോ പറഞ്ഞു പാലക്കടയ്ക്ക് ഇവിടെ മുട്ടൂത്ത്, എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് തോബിയാസ്. ആ അധ്യായം 8 നിങ്ങൾ വായിച്ചു. കയ്യില് അവസാനത്ത് എന്താണെന്നറിയോ? ദൈവമേ, ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്താൻ നീ എന്നെ അനുഗ്രഹിക്കുക. ഇത് അപ്പോൾ ഉടനെ തന്നെ അവള് പറഞ്ഞു ആമേൻ. കാരണം ആമേൻ എന്ന് പറയുന്നത് അപ്പുറമായിട്ട് അവളുടെയും ആഗ്രഹം തന്നെയാണ്. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്താൻ നീ എന്നെ അനുഗ്രഹിക്കുക. വിവാഹിതയായ ഒരു യുവാവിന്റെ യുവതിയുടെ മിനിമം അവകാശമാണത്. അതുപോലും നിഷേധിച്ചു ഈ പറയുന്ന സർവശക്തൻ. അകാലത്തിൽ വിധവയാക്കിയിട്ട് അവസരപിതാവിനെ കൊണ്ടുപോയി. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ, അവസരപിതാവ് മരിച്ചു. എങ്ങനെയാണ് ഈ അമ്മ ഈ കുഞ്ഞിനെ വളർത്തിയത്? ഈജിപ്തിൽ പോയിട്ട് അവിടെ സമ്പാദിക്കാൻ പോയതൊന്നല്ല. മുന്തിരിത്തോട്ടങ്ങളില്ല, ബാങ്ക് ബാലൻസ് ഇല്ല. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ വിട്ടുപോകുന്ന അമ്മ പറഞ്ഞ കാര്യം. അമ്മ കൂലിപ്പണി എടുത്തിട്ടാണ് യേശുവിനെ വളർത്തിയത്. കൂലിപ്പണി എടുത്തിട്ടാണ് യേശുവിനെ വളർത്തിയത്. പ്രിയമുള്ളവരെ, മുന്തിരിത്തോട്ടങ്ങളുടെ അല്ലെങ്കിൽ അത് പറിക്കാനുള്ള കാലമാകുമ്പോൾ മുന്തിരിത്തോട്ടങ്ങളിൽ ജോലിക്ക് പോയിട്ടും കാല പറിക്കാൻ പോയിട്ടുമാണ് ഈ അമ്മ ഈ മകനെ വളർത്തിയത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, എനിക്ക് കൂലിപ്പണിക്കാരെ കാണുമ്പോൾ എനിക്ക് അവരോട് സ്നേഹം തോന്നുന്നു. കാരണം എൻ്റെ അമ്മ ഒരു കൂലിപ്പണിക്കാരിയായിരുന്നു. നമുക്കൊക്കെ കൂലിപ്പണിക്കാരോട് നമുക്ക് പുച്ഛമാണ്, പുച്ഛം. ഈ കൂലിപ്പണിക്കാരെ പുച്ഛിക്കുന്ന ഒരുവനും ഈ അമ്മയുടെ മുന്നിൽ വരാൻ പാടില്ല. അവള് കൂലിപ്പണിക്കാരിയായിരുന്നു. ഞാനൊരു ഇടവകയിലായ സമയത്ത് ഞങ്ങളെ ഏൽപ്പിച്ച ഇടവകയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ വന്ന് ചാർജ് എടുത്തു. അപ്പോൾ വികാരിയായിട്ടുള്ള അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ അവിടെ 6 കുടുംബ യൂണിറ്റ് ഉണ്ടായിരുന്നത്, 6 കുടുംബ യൂണിറ്റുകൾ. അപ്പോൾ ഓരോ കുടുംബ യൂണിറ്റിലും 70-80 വീടുകളുണ്ട്. അപ്പോൾ രൂപതയുടെ നിർദ്ദേശമുണ്ട് ഒരു കുടുംബ യൂണിറ്റിൽ 35 ആക്കണം. നമുക്കപ്പോൾ എന്താ പറയുക, മീറ്റിംഗ് കൂടാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അത് പറഞ്ഞു, അതിന് ഇടവക്കാരെ സമ്മതിച്ചു. അങ്ങനെ അച്ഛന് 6 യൂണിറ്റ് ഇരട്ടിയാക്കി 12 യൂണിറ്റ് ആയിട്ട് വിഭജിച്ചു. എല്ലാം കഴിഞ്ഞു. ഒരു ദിവസം ഒരു മനുഷ്യൻ വന്നിട്ട്, ഞാനും നിൽക്കുന്നുണ്ട്, അച്ഛൻ്റെ കൂടെയുണ്ട്. അവർ പറഞ്ഞു, അച്ഛൻ ചെയ്തത് അനീതിയാണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താ ചേട്ടാ? അച്ഛൻ യൂണിറ്റ് വിഭജനം നടത്തിയപ്പോ എന്നെ, അയാൾ ഉപയോഗിച്ച വാക്കുതാണ് കേട്ടോ, എന്നെ അഡ്രസ് ഇല്ലാത്തവരുടെ കൂട്ടത്തിലാക്കിയെന്ന്. അച്ഛൻ യൂണിറ്റ് വിഭജിച്ചപ്പോ എന്നെ അഡ്രസ് ഇല്ലാത്തവരുടെ കൂട്ടത്തിലാക്കിയെന്ന് എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റിൽ 35 വീടില് 30 വീടും പാവപ്പെട്ടവരുടെ വീടായിരുന്നു. അതുപോലെയാണ് എന്നെ അഡ്രസ് ഇല്ലാത്തവരുടെ കൂട്ടത്തിലാക്കിയെന്ന്. പുച്ഛമാണ് നമുക്ക് പാവപ്പെട്ടവനോട്, ദരിദ്രനോട്. അവർ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ ഈ കൂലിപ്പണിക്ക് വരുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ഒരു ഗതിയില്ലാത്തതുകൊണ്ടാണ് അവർ നമ്മുടെ അടുക്കളയിലേക്ക് വരുന്നത്. ആശ്രമത്തിന്റെ ആണെങ്കിലും വീടിന്റെ ആണെങ്കിലും നമുക്ക് അവരോട് പുച്ഛം, അല്ലെങ്കിൽ നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നു, വഴക്ക് പറയുന്നു, അല്ലേ? അവരെത്ര പണിതാലും നമുക്ക് മതിയാവില്ല. ചില അമ്മച്ചിമാരൊക്കെ വീട്ടില് ഇത് സഹായിക്കാൻ വരുന്ന ചേച്ചിമാരോടൊക്കെ എന്ത് ക്രൂരമായിട്ടാണെന്നറിയോ കൊടുക്കുന്നത്. 200 രൂപ 350 രൂപ. പക്ഷെ എല്ലാ പണി ചെയ്യണം. ഒന്ന് വിശ്രമിക്കാനായിട്ട് സാധിക്കില്ല. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ ദേഷ്യപ്പെട്ടു. ഇവര് പോത്തുങ്ങളൊന്നല്ല, മെഷീനൊന്നല്ല, റോബോട്ടുകളൊന്നല്ല, പച്ചയായ മനുഷ്യരാ. അധ്വാനിക്കുന്ന പ്രിയമുള്ളവർ അവർക്കറിയാം. നമുക്ക് അവരോടൊക്കെ പുച്ഛ. എന്നിട്ട് നമ്മൾ അമ്മയോട് ഇവള് കൂലിപ്പണിക്കാരിയാണെന്നേ, ഈ കൂലിപ്പണിക്കാരനെ അല്ലെങ്കിൽ പാവപ്പെട്ടവനെ പുച്ഛിക്കുന്നവനെ ഇഷ്ടപ്പെടാത്തവനെ അവനൊന്നും ഈ അമ്മയുടെ മുന്നിലേക്ക് വരരുത്, ഏഴകലത്ത് പോലും വരരുത്. അവള് കൂലിപ്പണിക്കാരിയാ. അതാ ഫ്രാൻസിസ് പറഞ്ഞത്, എനിക്ക് കൂലിപ്പണിക്കാരെ കാണുമ്പോൾ എനിക്ക് അവരോട് സ്നേഹം തോന്നുന്നു. കാരണം എൻ്റെ അമ്മ ഒരു കൂലിപ്പണിക്കാരിയായിരുന്നു. നിങ്ങൾ വീണ്ടും യൂണിറ്റ് എടുത്ത് നോക്കുക. വത്തിക്കാനിലെ കൂലിപ്പണി ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് അവരോട് പോലും പറയാതെ അപ്രതീക്ഷിതമായിട്ടൊക്കെ കടന്നു ചെന്ന് അവരോട് ഭക്ഷണം കഴിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ. അതേപോലെയുള്ളവരെ, എൻ്റെ അമ്മ ഒരു കൂലിപ്പണിക്കാരിയായിരുന്നു. നമ്മൾ ഈ അമ്മയുടെ രൂപമൊക്കെ കാണുമ്പോൾ നല്ല എന്താ പറയാ, നല്ല പൂവമ്പഴം പോലത്തെ ഉണ്ണി, പിന്നെ നല്ല സ്വർണ്ണ കിരീടം, രാജ്ഞി പോലെയൊക്കെ വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുന്ന അമ്മയുടെ രൂപം കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? അമ്മയുടെ നിങ്ങൾ നോക്ക് പ്രിയമുള്ളവര്, ഈ
ഒരു കൂലിപ്പണിക്കാരിയുടെ വിരലുകള് കൈകൾ നിങ്ങൾ പിടിച്ചു നോക്ക്. ആ ഒരു കൂലിപ്പണി ചെയ്യുന്ന അമ്മയുടെ രണ്ട് കൈകളിൽ അവളുടെ വിരലുകള് അത്ര സൗന്ദര്യം ഉണ്ടാവില്ല. ആ ജോലി ചെയ്തതിന്റെ അല്ലെങ്കിൽ തഴമ്പായിരിക്കും ഉണ്ടാകുക. ഈ വിരലുകളൊക്കെ ഇങ്ങനെ പൂവമ്പഴം പോലെ ഇരിക്കുന്ന കാണാം. അതാർക്കാന്നറിയോ? ഉണ്ട പാത്രം പോലും കഴുകാതെ ഇരിക്കുന്ന നമ്മുടെ വീട്ടിലെ അമ്മച്ചിമാരും അഞ്ചിച്ചിമാരും ചേച്ചിമാരും ഉണ്ടെങ്കിൽ അവരുടെ വിരലുകൾ നിങ്ങൾ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ നല്ല പൂവമ്പഴം പോലെ ഇരിക്കും. ഒരു കൂലിപ്പണിക്കാരുടെ കൈകൾക്ക് ആ സൗന്ദര്യം ഉണ്ടാവില്ല. അതായിരുന്നു ഈ അമ്മ. ഇനി പ്രിയമുള്ളവർ, അടുത്തത് ഇതുപോലെ അധ്വാനിച്ച് വളർത്തിയ തന്റെ മകൻ. ഈ മകന് 33-ാമത്തെ വയസ്സില് അവളുടെ മുന്നിലിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ സമൂഹം കൊന്നുതള്ളി. അവന്റെ കുരിശിന്റെ ചുവട്ടിൽ ആ സ്വന്തം മകന്റെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന മറിയം, രക്തസാക്ഷിയായ അമ്മ, തന്റെ മകന്റെ രക്തത്തിൽ കുളിച്ചു നിൽക്കുമ്പോഴും ശപിച്ചു പോയിട്ടില്ല മറിയം ദൈവത്തെ. നിങ്ങളൊക്കെ എത്ര പ്രാവശ്യം നിങ്ങൾ ദൈവത്തെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ? നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാമോ? നിങ്ങളുടെ ഒരു മകനെ, ഒരു മകളെ നിങ്ങളുടെ മുന്നിലിട്ട് ഒറ്റ വെട്ടിന് കൊല്ലുകയാണെങ്കിൽ പിന്നെയുണ്ട്. അതുപോലെ ഇഞ്ച പരുവാക്കിയിട്ട് കുരിശ് തറച്ച് കൊല്ലുകയാണ് ഒരു അമ്മയുടെ മകളുടെ 33 വയസ്സായ ഒരു മകനെ. ഞാൻ പറഞ്ഞു, ഞാനൊരു ഷുഗർ പേഷ്യന്റാ, ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ ഞാൻ ഇൻസുലിൻ മേടിച്ചു വെച്ചത് വല്ലപ്പോഴൊക്കെ പറഞ്ഞാൽ ഉച്ചയ്ക്കോ എപ്പോഴൊക്കെ രാവിലെയൊക്കെ ചെല്ലുമ്പോൾ എടുക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ഇതുപോലെ വീട്ടിൽ ഞാൻ ചെന്നു. അപ്പോൾ ആഹാരം കഴിക്കണം. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ആഹാരത്തിന് ഇൻസുലിൻ, അമ്മയ്ക്കറിയാം ഇൻസുലിൻ ഉണ്ടെന്നറിയാം, പക്ഷേ ഈ ഇൻസുലിൻ എടുക്കുന്നത് അമ്മ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇൻസുലിൻ എടുക്കാനായിട്ട് ഈ ഇൻസുലിൻ മരുന്നും സൂചി എടുത്ത് ഞാൻ അത് മുറിയിലേക്ക് കയറിയപ്പോൾ ഈ ഇൻസുലിൻ എടുക്കുന്നത് കാണാനായിട്ട് വയറുമ്പിലാണ് വയറുമ്പിലും രണ്ട് കുത്തു നമ്മൾ. കുഞ്ഞ സൂചിയാണ്, അത് കാരണം നമ്മൾ അറിയുന്നില്ല, അത് എടുക്കുന്നവർക്കറിയാം. അപ്പൊ ഈ ഇൻസുലിൻ എടുക്കാനായിട്ട് ഞാൻ അകത്ത് കയറിയപ്പോൾ അത് കാണാനായിട്ട് അമ്മയും എൻ്റെ അനുജന്റെ മക്കളും അവരിത് കണ്ടിട്ടില്ല, ചേട്ടത് എങ്ങനെ എടുക്കണമെന്ന് അറിയാനായിട്ട് അവർ വന്ന് നിൽക്കുക. അപ്പൊ ഞാൻ ഈ സിറിഞ്ച് കൊണ്ട് എടുത്തു. എന്നിട്ട് ഞാൻ കുത്താൻ പോകുമ്പോഴേക്കും എൻ്റെ അമ്മ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം മകന്റെ ശരീരത്തില് ഈ മുടിനാര് പോലെയുള്ള സൂചി കയറുന്നത് പോലും സഹിക്കാൻ പറ്റിയില്ല എൻ്റെ അമ്മയ്ക്ക്. അമ്മ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാണാനായിട്ട് കയറി വന്നതാ, പക്ഷെ കുത്താൻ നിൽക്കുമ്പോഴേക്കും ഞാനിത് എടുത്ത് വിളിക്കും, എൻ്റെ അമ്മ ഇറങ്ങിപ്പോയി. അതുപോലത്തെ ഒരു അമ്മയാണ് നിങ്ങളെപ്പോലെ അമ്മേനെ പറയും മറിയം. ആ മറിയത്തെയാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത്. തന്റെ മകന്റെ കുരിശിന്റെ ചുവട്ടില് ശിരസിനത്ത് നിൽക്കുന്ന മറിയം, ആ രക്തത്തിൽ കുളിച്ച് അവളുടെ മുന്നിലിട്ട് ഇതുപോലെ കൊന്നുകൊള്ളുമ്പോഴും ദൈവത്തെ ശപിച്ചിട്ടില്ല ഈ മറിയം. ഇതാണ് അമ്മയുടെ വിശേഷണങ്ങള്. അമ്മ പറഞ്ഞ വിശേഷണങ്ങള്, മോനെ ഞാൻ അനാഥയായിരുന്നു, ഞാൻ അങ്ങയുടെ പരമദരിദ്രയായിരുന്നു, ഞാനൊരു അഭയാർത്ഥിയായിരുന്നു, ഞാനൊരു വിധവയായിരുന്നു, ഞാനൊരു കൂലിപ്പണിക്കാരിയായിരുന്നു, എന്റെ മകൻ രക്തത്തിൽ കുളിച്ചു തന്ന അമ്മയാണ് ഞാൻ. പ്രിയമുള്ളവരെ, നമ്മൾ നെഞ്ചിൽ കൊണ്ട് നടക്കേണ്ടത് സൂര്യനെ ഉടയാടയാക്കിയവളെയും ചന്ദ്രനെ പാദപീഠമാക്കിയവളെയല്ല. ഈ കൂലിപ്പണിക്കാരി, ഈ അനാഥ, ഈ അഭയാർത്ഥി, അവളാണ് എൻ്റെ എന്നിൽ ഉണ്ടാകേണ്ടത്. എങ്കിലേ ഒരു അഭയാർത്ഥിയെ കാണുമ്പോൾ, ഒരു വിധവയെ കാണുമ്പോൾ, ഒരു അനാഥനെ കാണുമ്പോൾ, ഒരു കൂലിപ്പണിക്കാരനെ കാണുമ്പോൾ, ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ നമുക്ക് അവനോട് സ്നേഹം തോന്നും. നമ്മൾ കൊണ്ടു നടക്കേണ്ടത് സ്വർഗീയരാജ്ഞിയല്ല, ദന്തഗോപുരത്തെയല്ല, കൊണ്ടു നടക്കേണ്ടത് ഈ കൂലിപ്പണിക്കാരിയാണ്. ഇതാണ് അമ്മ. ആ അമ്മയുടെ മുന്നിലാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. പ്രിയമുള്ളവർ, എവിടെ ഇരിക്കണം? നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹം പോലും ഈ ദൈവം, ഈ സർവശക്തൻ അമ്മയ്ക്ക് നൽകിയിട്ടില്ല. എന്നിട്ട് അമ്മ പറഞ്ഞ വാക്കുകൾ എന്താണ്? എന്താ അമ്മ പറഞ്ഞ വാക്കുകൾ? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തൊരു സന്തോഷം, എന്തൊരു തൃപ്തി. തീയിൽ നിൽക്കുമ്പോഴാണ് പ്രിയമുള്ളവർ ഇതൊക്കെ പറയുന്നത്. തീയിൽ നിൽക്കുമ്പോൾ, സുഖം അനുഭവിക്കുമ്പോഴല്ല. ആ അമ്മയുടെ മുന്നിലാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹം പോലും ജീവിതകാലത്ത് ഈ അമ്മയ്ക്ക് ദൈവം കൊടുത്തിട്ടില്ല. പ്രിയമുള്ളവരെ, ഞാനൊരിക്കലും അമ്മയോട് പ്രാർത്ഥിക്കാറില്ല. അമ്മയുടെ മുന്നിലേക്ക് വരുമ്പോ എനിക്ക് ഇത്തിരി പറയാൻ കൈകൂപ്പി നിന്നുകൊണ്ട്, ആ രൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നിന്നാൽ ഇന്നില്ലല്ലോ. അമ്മ പറഞ്ഞതാണ്, അമ്മേ മാപ്പ് തരിക. കാരണം ജീവിതത്തിലെ ഇത്രമാത്രം അനുഗ്രഹങ്ങളെല്ലാം ദൈവം നൽകിയിട്ടും ഇപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കുന്നില്ല. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസാനം വരെ
അവസാനം വരെ, കുഞ്ഞുനാൾ മുതൽ അവസാനം വരെ ദൈവം കൊടുത്ത കയ്പ് നീര്, ദൈവം വിളമ്പിക്കൊടുത്തത് ഒരു പരാതി പോലും പറയാതെ വാങ്ങിക്കഴിച്ചവളാണ് ഈ അമ്മ. ആ അമ്മയുടെ മുന്നിലാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. അത് മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ 100,000 നിയോഗങ്ങളും നവേനകളും നിങ്ങൾ വന്നു നിൽക്കുന്നത് ഈ പറയുന്ന അമ്മയുടെ മുന്നിലാണ്. അവളുടെ ഹൃദയം തകർന്നു പോകുന്നൊരു പ്രിയമുള്ളവര്. അതായത് നമ്മൾ ആരാണ് ഈ അമ്മയെ സ്നേഹിച്ചിട്ടുള്ളത്? നമ്മൾ ആരാണ് അമ്മയെ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിന്തിക്കേ, നിങ്ങൾ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കില്ല. നമ്മൾ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് പ്രിയമുള്ളവർ ദൈവം നമുക്ക് ഓരോ ദിവസവും നമുക്ക് തരുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്കറിയില്ല. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയം എന്ന് പറയുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്കറിയില്ല. നമ്മളിപ്പോഴും നമുക്ക് താമസിക്കാൻ വീടുണ്ട്, അപ്പോഴും നമ്മൾ നോക്കി നിൽക്കുന്നത് വലിയ വീട്ടിലേക്കാണ്. കാര്യം അറ്റ്ലീസ്റ്റ് ഒരു 2 വീലർ ഉണ്ട്, അപ്പോഴും നമ്മൾ നോക്കുന്നത് 4 വീലറിലേക്കാണ്. ഇനി ഒരു കാറുണ്ട്, അപ്പോഴും നോക്കുന്നത് അയൽപക്കത്തുള്ള ലക്ഷങ്ങളുടെ കാറിലേക്കാണ്. ഇതല്ലേ നമ്മുടെയൊക്കെ പരാതി? ഇതൊക്കെ നമ്മുടെയൊക്കെ നിയോഗങ്ങള്. നമുക്ക് എത്ര കിട്ടിയാലും പോരാ. മകന് ജോലി കിട്ടി, അവിടെ അവസാനിക്കുന്നില്ല. ഇനി അതിൽ നിന്ന് നല്ല ജോലി കിട്ടണം. അച്ഛ പ്രാർത്ഥിക്കണം, അവനെ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയ്ക്ക് പോകണം, അമേരിക്കയിൽ നിന്ന് US-ലേക്ക് പോകണം, മറ്റോടത്തേക്ക് പോകണം, അല്ലേ? എത്ര കിട്ടിയാലും നമുക്ക് തൃപ്തിയില്ല. അമ്മ ചോദിക്കുന്നത്, നിങ്ങൾ അമ്മ വിളിക്കും, മോളെ മോനെ നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അമ്മയോട് പറയാൻ? സുഖമാണോ എന്ന് ഇല്ലല്ലോ. നമ്മൾ വരുന്നത് പ്രാർത്ഥിക്കാനല്ലേ, നിയോഗങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനല്ലേ. 100 കാര്യങ്ങൾ പറഞ്ഞുണ്ടല്ലേ പ്രിയമുള്ളവരെ. ഞാൻ വരുന്നില്ല, നിങ്ങൾ വരുന്നത്. ചിന്തിക്കും നിങ്ങൾ. ഇതാണ് ഈ അമ്മ. ഈ പച്ചയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച ഒരു അമ്മയെ നിങ്ങൾ മറക്കരുത്. ഞാൻ നിങ്ങൾ വീണ്ടും പറയുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുന്നതിന് മുമ്പ്, സൂര്യനെ ഉടയാടയാക്കുന്നതിന് മുൻപ് ഈ അമ്മയ്ക്ക് ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ജീവിതം ഉണ്ടായിരുന്നു. ദൈവത്തെ തോൽപ്പിച്ച് കളഞ്ഞൊരു ജീവിതം. ശപിച്ചു പോയിട്ടില്ല പ്രിയമുള്ളവരെ. അമ്മ തിരസ്സുകേറ്റി നിന്നു അവളുടെ ജീവിതത്തില്, വേദനകളില്. ഈ തീയിൽ നിൽക്കുമ്പോഴാണ്, വിവാഹത്തിനു മുമ്പ് ഗർഭമായി ആ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് അവള് തന്റെ ചേച്ചി, ഞങ്ങൾ പറഞ്ഞു ഏലിശാമ്മ 90 വയസ്സ് ഗർഭിണിയായപ്പോ അവിടെ സഹായിക്കാൻ ഓടുന്നത്. നിങ്ങൾ ആരെങ്കിലും പോകുമോ? നിങ്ങൾ ഈ മറിയം എന്ന് പറയുന്ന നമ്മളൊരു കാര്യം അറിയണം. ഈ അമ്മ ഒരു എന്താ പറയാ, നമ്മളൊക്കെ അമ്മയുടെ ചിത്രം കാണുന്നത് ഒരു സൈഡിലേക്ക് അമ്മയുടെ ശിരസ് കഴിഞ്ഞിട്ട് എളിമയുടെ കേദാരം. ഒരാളുടെ മുന്നിൽ അമ്മ ഓച്ചാനിച്ച് തന്നിട്ടില്ല. തന്റെ മകനെ ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ഒരു പ്രധാന പുരോഹിതന്റെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനെ കാല് നക്കാനോ കാല് പിടിക്കാനോ പോയിട്ടില്ല ഈ മറിയം. വേണമെങ്കിൽ അവൾക്ക് ചെയ്യാൻ പറ്റും. യേശുവിന്റെ ശിക്ഷഗണത്തില് ഹെറോദോസിന്റെ ഭാര്യ, പീലാത്തോസിന്റെ ഭാര്യ, പീലാത്തോസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ മറിയം, ഇവരൊക്കെ യേശുവിന്റെ ശിക്ഷഗണങ്ങളാ, ഒഫീഷ്യൽസ് ആണ് ഇവരൊക്കെ. ഒരാളെ പോലും സ്വാധീനിക്കാൻ, എന്റെ മകനെ വെറുതെ വിടണം എന്ന് പറയാൻ പോയിട്ടില്ലേ മറിയം. കാരണം എന്തറിയോ? അവളുടെ ബോധ്യം എന്താണ്? എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഈ ബോധ്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. ഇതാണ് അമ്മയ്ക്ക് വേണ്ടത്. നമുക്കില്ലാതെ പോയതും അത് തന്നെയാ. ഒരു ദുഃഖം വരുമ്പോഴേക്കും, രോഗം വരുമ്പോഴേക്കും നമ്മളിങ്ങനെ കിടന്ന് അപ്സെറ്റ് ആവുകയാണ് നമ്മൾ, അല്ലേ? നിങ്ങൾ എന്താണ് രോഗത്തെ പേടിക്കുന്നത്? എന്തിനാ നിങ്ങൾ രോഗത്തെ പേടിക്കണം? എന്നോട് നേരത്തെ വേണ്ടി വിചാരിച്ചു, അച്ഛൻ്റെ കൂടെ പാട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ധ്യാനത്തിൽ പാട്ടുകളൊന്നുമില്ല. ആദ്യം ഒരു പാട്ട് പാടും, പിന്നെ ആരാനിക്ക് 2 പാട്ട് പാടും. അത് പാട്ടുകാരില്ലെങ്കിലും നിങ്ങൾക്കറിയാവുന്ന പാട്ട്. കാരണം ഒരു കാര്യം ഇതാണ്, നമ്മൾക്ക് ഈ പാട്ടുകളൊക്കെ ഉള്ളൂ. ഞാൻ അതിനെ പറയുന്ന ഒരു വാക്കാണ്, നമുക്ക് ഈ കുറെ ഒലിപ്പീര് പാട്ടുകളും ഒലിപ്പീര് പ്രാർത്ഥനകളും ഉണ്ട്. സത്യം പറഞ്ഞ അവൾ നുണയാണെന്നൊക്കെ പറയും. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ പാടല്ലേ, യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം, തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം, തീവ്രമായി ആശിപ്പു ഞാൻ യേശുവിനെ കാണണം എന്നിങ്ങനെ കിടന്ന് നമ്മൾ പാടുമ്പോൾ തമ്പുരാൻ വിചാരിക്കും, എന്തൊരു സ്നേഹമാണ് ഈ ചേച്ചിക്ക്, ഈ ചേട്ടനെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, മോളിങ്ങോട്ട് പോരെ. അപ്പൊ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നമ്മുടെ ചേച്ചിക്ക് ചേട്ടന് വയറിലൊരു വേദന. അപ്പൊ നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, വയറിലൊരു മുഴയുണ്ട്, അതൊന്ന് ബയോപ്സി ചെയ്യണം. അപ്പൊ തന്നെ നമ്മുടെ എന്താ പറയുക സമനില തെറ്റി. അത് കഴിഞ്ഞിട്ട് ബയോപ്സി എടുത്ത് നോക്കിയപ്പോൾ ക്യാൻസർ ആണ് ചേട്ടാ. ഡോക്ടർ പറയാണ്, ഇത് 4th സ്റ്റേജാണ്. പിന്നെ ഓട്ടമാണ്,
സീനായിലേക്ക്, ഗാഗുൽത്തായിലേക്ക്, അണക്കരയിലേക്ക്, സെഹിയോനിലേക്ക്, ജെറുസലേമിലേക്ക്, ചിറ്റൂരിലേക്ക് ഓട്ടമാണ്. നിന്നെ വിളിച്ചതാണ് ദൈവം. നിനക്ക് വിസ അപ്പൻ അയച്ചുതരാണ്. ഈ പാട്ട് കേട്ടട്ടെ, എനിക്ക് യേശുവിനെ കാണണം, യേശുവിനെ എന്തൊരു തീവ്രതയാണെന്നറിയോ. പിന്നെ ഓട്ടമാണ്. അപ്പൻ വിസ അയച്ചതെന്ന്, മോളെ നീണ്ട് പോരെ. പിന്നെ ഈ വിസ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള നെട്ടോട്ടമാണ് അല്ലേ. ഞാൻ കാണുന്ന രോഗശാന്തി അതാ. പലരും വന്ന് അല്ലെങ്കിൽ എന്താ പറയുക സാക്ഷ്യം വരാറുണ്ട്, എന്റെ രോഗം മാറി. നിങ്ങൾ ആരാണ്? ഒരു അപ്പന്റെ വേദന. ഞാൻ പറയുന്നത്, രോഗം വരുമ്പോ ചികിത്സിക്കേണ്ടെന്ന് നല്ല പ്രിയമുള്ളവര്. ഞാൻ എന്തിനാണ് ഈ മരണത്തെ പേടിക്കുന്നത്? നിങ്ങളൊന്ന് പറ. നിങ്ങൾ വിശ്വസിക്കുന്ന ഈ തമ്പുരാന്റെ അടുത്തേക്ക്, ദൈവത്തെ ഞാനും നിങ്ങളും മുഖത്തോട് മുഖം കാണുന്ന ആ നിമിഷമാണ് ഈ മരണം എന്ന് പറയുന്നത്. നമുക്ക് യേശുവിനെ കാണണ്ടേ? നമുക്ക് അപ്പനടുത്തേക്ക് പോകണ്ടേ? ഇതാ ഞാൻ പറഞ്ഞേ, നമുക്ക് ഈ ഒലിപ്പീര്, നമ്മുടെ ഈ ഒലിപ്പീര് കുറെ പാട്ട് പാടിയാൽ അത് കേട്ടിങ്ങനെ സുഖമായി സന്തോഷിക്കുന്ന തമ്പുരാനെന്നല്ല നമ്മുടെ ദേവട്ട. നമ്മൾ എന്തോമാത്രം നുണയാണ് എന്നറിയ പ്രാർത്ഥനകളുടെയും പാട്ടുകളിലേക്ക് നമ്മൾ പറയുന്നത്. നുണ, പച്ച കല്ല് വെച്ച നുണ. ഒരു രോഗം വരുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുകയാണ് അല്ലേ? ചിന്തിക്കണം. ഈ രോഗം വരുമ്പോ പ്രിയമുള്ളവരെ, അത് എന്റെ അപ്പൻ എനിക്ക് അയച്ചു തന്നൊരു വിസയാവാം. അത് ഒരുങ്ങണം നമ്മള്. അല്ലാതെ ഈ വിസ ക്യാൻസൽ ചെയ്യാനായിട്ട് തെക്കോടൊക്കെ ഓടില്ല. ഞാനിവിടുന്ന് പോവില്ല. അതല്ല നമ്മുടെയൊക്കെ. ഞാനിവിടുന്ന് പോവില്ല. ദൈവം അതേ പറഞ്ഞത്. ഈ നുണ പറയുന്നത് അതാണ്. ദേവന്റെ അപ്പനാണ്, സ്വർഗമാണ് എന്റെ രാജ്യം. അമ്മ അവിടെ സൂര്യനെ കൊടയാടെ ആക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിന് വിളിക്കുമ്പോഴോ ആ വഴിക്ക് ഞാൻ വരില്ല. ചിന്തിക്കും നമ്മള്. ദൈവത്തിനോടൊക്കെ നമ്മൾ എത്ര നുണയാണ് പറഞ്ഞു കൂട്ടുന്നത് ഓരോ ദിവസവും. സങ്കടം തോന്നാറുണ്ട് ഓരോ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ. പാടാൻ നല്ല രസാ അല്ലേ? വെറുതെ തമ്പുരാനങ്ങനെ സോപ്പിടാണ് നമ്മളെ. ദൈവത്തെ സോപ്പിടാം പ്രിയമുള്ളവരെ. ഈ സോപ്പിങ് നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. അങ്ങനെ സോപ്പിട്ടാ സുഖിക്കുന്ന ഒരു ദൈവമല്ല ഈ ക്രൂശിതൻ. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇനി പ്രിയമുള്ളവര്, ഈ അമ്മ എന്റെ നിങ്ങളുടെയൊക്കെ സകല ഈ നിങ്ങൾ അനുഭവിക്കാത്ത ഏത് വേദനയാണ് അമ്മയ്ക്കുണ്ടായിരിക്കുന്നത്? നിങ്ങളുടെ വേദനകൾ അറിയാത്ത അമ്മയാന്നല്ലത്. കൃത്യമായിട്ടറിയാം. അമ്മയ്ക്ക് വേണ്ടത് നമ്മൾ ഓരോരുത്തരെയുമാണ്. നമ്മൾ അമ്മയെ നമ്മൾ സ്നേഹിക്കണം. അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഈ അമ്മ നമ്മൾ പറയുന്നത് ഇതാണ്. നമ്മൾ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത് ക്രിസ്തുവിനെയാണ്. നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. തന്റേടിയാണ് ഈ അമ്മ. അല്ലാതെ എളിമയുടെ കേദാരെന്നും പറഞ്ഞ് നമ്മൾ അമ്മേനെ അങ്ങനെ നമ്മൾ ആക്കരുത്. ശിരസ്സുയർത്തി നിന്നവൾ ഏതൊരു സാഹചര്യത്തിലും, കുരിശിന്റെ ചുവട്ടിലും അതുപോലെ തന്നെ എവിടെയാണെങ്കിലും. നിങ്ങൾ നോക്കുക, കാനായിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയി. അമ്മ വന്ന് യേശു പറഞ്ഞു, മകനെ അവർക്ക് വീഞ്ഞില്ല. എന്തായിരുന്നു ഉത്തരം? സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? വീഞ്ഞില്ലെങ്കിൽ വേണ്ട, വെള്ളം കുടിച്ചാൽ മതി. അതൊക്കെ നേരത്തെ ആലോചിക്കണം. അത് ഞാൻ ആഡ് ചെയ്യുന്നതാണ് അല്ലേ? പക്ഷെ എന്താണ് അമ്മയുടെ അടുത്ത സ്റ്റെപ്പ്? അമ്മ പിന്നെ അവിടെ ഈശോയുടെ സംസാരമൊന്നുമില്ല. അല്ലടാ മോനെ, അങ്ങനെ അല്ലടാ, നിനക്കറിയാലോ ഈ വീഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞാൽ കല്യാണം ഒന്നും ഉണ്ടാവില്ല, അവരാകെ വിഷമത്തിലാണ്, നീ അങ്ങനെ പറയല്ലേ. ഒരു കാലുപിടുത്തമില്ലട്ടം അറിയാം. കാരണം അവള് തന്റേടിയാണ്. അവളെന്ത് ചെയ്തത്? നേരെ തിരിഞ്ഞ് ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഹരിയൻ തിയോളജിയനായ ബൽത്താസ് അദ്ദേഹം പറയും, മറിയം 2 വ്യക്തികളോടാണ് സംസാരിക്കുന്നത് ആ സമയത്ത്. 2 വ്യക്തികളോട്. ഒന്ന്, ഈ ഭൃത്യന്മാരെ നോക്കിയിട്ട് നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് വേലക്കാരോടും യേശുവിനെ നോക്കാതെ പറയാണ്, ഞാൻ പറയുന്നത് അനുസരിക്കുക. അതാണ് അമ്മ. 12-ാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോ, കണ്ടുകിട്ടിയപ്പോ ശാസിക്കുന്നൊരമ്മ, മകനെ നീ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അതൊക്കെ വേറെ വശം. നീ ദൈവപുത്രനാ, അതൊക്കെ വേറെ വശം. ഞാൻ നിന്റെ അമ്മയാ, നീ ചെയ്തത് ശരിയല്ല. ശാസിക്കുന്ന അമ്മ, തന്റേടിയായ അമ്മ, ഏത് വേദനയിലും ഏത് സാഹചര്യത്തിലും ഇങ്ങനെ നിവർന്നു നിന്ന അമ്മ. ആ അമ്മയാണ് ഞാൻ സ്നേഹിക്കുന്നത് കേട്ടോ. എനിക്ക് ആ അമ്മയാണ് ഇഷ്ടം. എൻ്റെ അമ്മയുടെ മുന്നിലേക്ക് വരുമ്പോ എനിക്ക് എൻ്റെ അമ്മയോടൊന്നും പ്രാർത്ഥിക്കാനില്ല. ഇതുവരെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കാനും പോകുന്ന പാടില്ല. ഞാൻ റോമിൽ നിന്ന് എൻ്റെ ഉപരിപഠനം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ, അത് ഞാൻ ആഫ്രിക്കൻ മിഷനിലേക്ക് പോകാനാണ് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ റോമിൽ നിന്ന് ഞാൻ വന്നപ്പോൾ എനിക്ക് ഒരു അസുഖം.
അപ്പോൾ ഈ അസുഖം എന്താണ് എന്നറിയാനായിട്ട് പല ഹോസ്പിറ്റലും പോയി. എൻ്റെ സ്കിൻ ഡിസീസ് പോലെയാണ് അത് വന്നത്. എന്നിട്ട് പല ഹോസ്പിറ്റലും പോയി, ആർക്കും ഒന്നും കിട്ടുന്നില്ല. അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഇതിപ്പോൾ എന്തൊക്കെയായിരുന്നു മനസ്സിലാവുന്നില്ല, അച്ഛന് ലിവറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഈ അസുഖം. അതുകൊണ്ട് അച്ഛൻ എറണാകുളത്ത് നമ്മുടെ ലേക്ക് ഷോറിൽ ഉള്ള ഒരു ഡോക്ടർ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു ഫേമസ് ആയ ഡോക്ടറാണ് ഫിലിപ്പ് അഗസ്റ്റിൻ. അദ്ദേഹത്തെ പോയി ഒന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രൊഫഷണൽ അച്ഛൻ എന്നെയും കൊണ്ട് ഈ ലേക്ക് ഷോറിൽ ഫിലിപ്പ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഡോക്ടർ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു സംശയമുണ്ട്, അച്ഛൻ്റെ ലങ്സിൽ ക്യാൻസർ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ലങ്സിൻ്റെ ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടെ ഇരുത്തി അയാൾ അതെടുത്തു. അത് വന്നിട്ട് പരിശോധനയ്ക്ക് അയച്ചു. പറഞ്ഞു ഒരു 3-4 ദിവസം ഇത് കഴിയുമ്പോഴാണ് റിസൾട്ട് വരുള്ളൂ. അങ്ങനെ ഞാൻ പോന്നു. അപ്പോൾ ഈ വിവരം പിന്നെ എല്ലാവരും അറിഞ്ഞു, എൻ്റെ വീട്ടിലറിഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവർക്കും ആകെ ടെൻഷനായി. കാരണം എൻ്റെ അപ്പച്ചനെ ലിവറിൽ ക്യാൻസറായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പനെ നോക്കിക്കൊണ്ടിരുന്ന അന്നത്തെ ഡോക്ടർ വർമ്മ, ഇദ്ദേഹത്തിന് 3 ആമക്കളാക്കിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇളയപ്പനോട് ഡോക്ടർ വർമ്മ പറഞ്ഞു, ചേട്ടൻ്റെ ഈ അസുഖം ഈ 3 മക്കളിൽ ആർക്കെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൻ്റെ ഈ അസുഖം, ഈ ലങ്സിൽ ക്യാൻസർ ആയിട്ടുള്ള സംഗതി ഈ 3 മക്കളിൽ ആർക്കെങ്കിലും ഭാവിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞോളൂ, കിട്ടുന്നതല്ല. അപ്പോൾ ഇവിടെ ഇതാ പറയുന്നു, അച്ഛനെ ലങ്സിൽ ക്യാൻസർ ആണെന്ന് സംശയം, പുള്ളി ബയോപ്സി കിട്ടും. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ ഇളയപ്പൻ, ആള് ഒരു നല്ല പ്രാർത്ഥനക്കാരനാണ്, KCB ജോസനൊക്കെ ആയിരുന്നു. ഇളയപ്പൻ പറഞ്ഞു, റാഫി നമുക്ക് കുളത്തുവയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അന്ന് സെഗിയോനൊന്നുമില്ല, ഇറ്റുവരൊന്നുമില്ല, അതൊക്കെ വരുന്നുള്ളൂ. അന്ന് പിന്നെ കുളത്തുവയിലാണ് ഈ രോഗശാന്തിയുടെ സ്ഥലം. അപ്പോൾ ഇളയപ്പൻ പറഞ്ഞു നമുക്ക് കുളത്തുവയിൽ പോകാം. ഞാൻ എന്തിനാണ് എപ്പോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവിടെ ഈ ഒത്തിരി രോഗങ്ങളൊക്കെ അത് മാറുന്നുണ്ട്, പ്രത്യേകിച്ച് ക്യാൻസറൊക്കെ, അതുകൊണ്ട് നമുക്ക് കുളത്തുവയിൽ ധ്യാനിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇളയപ്പ ഞാൻ വരില്ല. എൻ്റെ ദൈവം അറിഞ്ഞിട്ടാണിത് വന്നിരിക്കുന്നത്. ഇതാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ അൾത്താരിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾ പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചത് ഇതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആവാനാണ്. സന്തോഷത്തോടു കൂടി എങ്ങനെ ഭരിക്കാമെന്ന് എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എൻ്റെ കൂടുതൽ അച്ഛന്മാർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ലിവറിൽ ക്യാൻസർ ആകണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായി. പിന്നെ ഒരു രോഗത്തിന് മുന്നിലും ഈ കൊറോണ വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രൊഫസർ പറഞ്ഞു, നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുന്ന പറഞ്ഞു. വാക്സിൻ ഞാൻ പറഞ്ഞു, അച്ഛാ വാക്സിൻ എടുക്കുന്ന അവസാനത്തെ ആളായിരിക്കും ഞാൻ. കാരണം ഇപ്പോഴും എൻ്റെ ക്രിസ്തുവിനെ സ്ലോട്ട് കിട്ടാതെ ഇപ്പോഴും എൻ്റെ ക്രിസ്തു വെയിലത്ത് ക്യൂ നിൽക്കുക. പക്ഷേ സമയത്ത് അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ നേരത്തെ പോയി എല്ലാവരും വാക്സിനൊക്കെ എടുത്ത് അവരുടെ ജീവിതം സെക്യൂറാക്കി. ഞാൻ പറഞ്ഞു, നമ്മളാണ് അവസാനം എടുക്കേണ്ടത്. ഈ ചെങ്കടല് 2 വിഭജിച്ചിട്ട് ആദ്യം കാണുന്ന ആരാന്നറിയോ? ഇസ്രായേൽ ജനമാണ്. അവസാനമാണ് മോശ പോകുന്നത്. അച്ഛന്മാരും സിസ്റ്റേഴ്സും അവരുടെ സ്വാധീനം കൊണ്ട് അവര് ആദ്യത്തെ ഡോസും അവസാനത്തെ ഡോസും എല്ലാ ഡോസും അവരെടുത്തു, അല്ലേ? ഇടയന്മാർ അവരുടെ ജീവിതത്തെ സെക്യൂർ ആയി. ഞാൻ പറഞ്ഞു, ദൈവജനം അവരാദ്യം എടുക്കട്ടെ, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നുള്ളൂ പറഞ്ഞു. ഞാൻ കട്ടയം പറഞ്ഞു, ഞാൻ ഈ ജനം എടുത്തിട്ട് ബാക്കി മരുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുള്ളൂ. എനിക്ക് കൊറോണനെ പേടിയൊന്നുമില്ല. ഇവരെ എന്തിനു പേടിക്കണം? ഞാൻ പിന്നെ മരിക്കുന്നത് എൻ്റെ ദൈവത്തിന്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സന്യാസിയായിരിക്കുന്നത്? ഞാൻ ആരുടെയാണ്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വൈദികനായിരിക്കുന്നത്? എൻ്റെ നമ്പരാന് വേണ്ടിയിട്ടാ. ഒരു കൊറോണയിലൂടെയാണ് എന്നെ കൊണ്ടുപോകുന്നതില് എന്താ പ്രശ്നം? ഒരു രോഗത്തെയും റാപ്പിച്ചും പേടിച്ചിട്ടില്ല, ഇന്നും പേടിയൊന്നുമില്ല. അതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്നോട് സുഖമാണോ എന്ന് ചോദിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ അങ്ങേറ്റത്തെ ഒരു അലർജിയാണ്, എനിക്ക് ദേഷ്യമാണ് എനിക്ക് വരുന്നത്. കാരണം എൻ്റെ അമ്മയാണ് എനിക്ക് മാതൃക. ഇത്രമാത്രം വേദനകളുടെ സഹനങ്ങൾ കടന്നു പോകുമ്പോഴും എൻ്റെ അമ്മ തന്നൊരു ജീവിതമുണ്ട്. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അല്ലേ? എന്തൊരു തൃപ്തിയാണെന്നറിയോ ആ വാക്കുകളില്. പറയാൻ പറ്റുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമുക്കങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് കണ്ണീരൊലിപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ കയ്യിലിറങ്ങുന്നത് പ്രാർത്ഥനകളൊക്കെ വീണ്ടും നിങ്ങളൊന്ന് വിശകലനം ചെയ്യണം. അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് അമ്മയ്ക്ക് സാരി, അമ്മയ്ക്ക് സ്വർണം, അല്ലേ? വേദനയുണ്ട് പ്രിയമുള്ളവരെ. നമ്മളെ പ്രിയമുള്ളവര്
നിങ്ങളുടെ സാരി കിട്ടിയിട്ടോ നിങ്ങളുടെ നേർച്ച കിട്ടിയിട്ടാണോ ആണ് ഈ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഈ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കണം വിജിലൻസിൽ. കാരണം അവള് കൈക്കൂലിക്കാരുത്തിയ. സംശയമൊന്നും വേണ്ട കാര്യത്തിൽ, സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. നിങ്ങളുടെ നേർച്ച കിട്ടിയിട്ടാണ്, സാരി കിട്ടിയിട്ടാണ്, വള കിട്ടിയിട്ടാണ് അമ്മ നിങ്ങൾ അനുഗ്രഹിക്കുന്നെങ്കിൽ അവള് കൈക്കൂലിക്കാരുത്തിയ. നമ്മൾ ഈ അമ്മേനെയൊക്കെ കൈക്കൂലിക്കാരിയാക്കി എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോട്ടെന്നല്ല മറിയം നിങ്ങൾ സ്നേഹിക്കുന്നതും ഈ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവൾ അമ്മയാണെന്നേ, അവൾ അമ്മയാണ്. മക്കൾക്ക് എന്താ പറയാ, അവരെ സ്നേഹിക്കാൻ ഒരമ്മയെ നമുക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് അത് കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരമ്മയ്ക്ക്. ഇവിടെ നിങ്ങൾ അമ്മമാരുണ്ടല്ലോ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൈക്കൂലി എടുത്തിട്ടാണോ? നമ്മൾ ഇവരിനൊക്കെ നമ്മുടെ അമ്മയെയും വിശുദ്ധരെയൊക്കെ നമ്മൾ ഇതുപോലെ താഴ്ത്തിക്കെട്ടി കളഞ്ഞു അല്ലെ? എല്ലാ വിശുദ്ധരുടെ മുന്നിലും ഓരോ നേർച്ചപ്പെട്ടി. എന്താ ഒരു 10 പൈസ ഇടുന്നത് എന്തിനാണെന്നറിയും? എന്തിനാ? ഞാൻ സീനായിലുള്ള സമയത്ത് അവിടെ ഒരു സാരി നേർച്ചയുണ്ട്, മാതാവിന് സാരി, അല്ലെ കുട്ടികളുണ്ടാവാൻ, കല്യാണം കഴിക്കാൻ, ഇങ്ങനെ. ഞാൻ എന്നിട്ട് അമ്മയ്ക്ക് സാരി നേർന്നു. ഉദാഹരണത്തിന് എൻ്റെ മോന് ജോലി കിട്ടിയാൽ അമ്മയ്ക്ക് ഒരു സാരി. എന്നിട്ട് അമ്മ ഈ മകനെ 50,000 അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലി വാങ്ങിക്കൊടുത്തു. എന്നിട്ട് പിന്നെ പിറ്റേ ആഴ്ചയിൽ ഒരു സാരി കൊണ്ടുവരികയാണ്, ഒരു 250 രൂപയുടെ സാരിയായിട്ട്. 1 ലക്ഷം രൂപയുടെ ശമ്പളം കിട്ടുന്ന ജോലി അമ്മ വാങ്ങിച്ചു കൊടുത്തിട്ട് അമ്മയ്ക്ക് കൊണ്ടുവരേണ്ടത് 250 രൂപയുടെ സാരി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നാമത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സാരി നേരണ്ട. ഇനി നിങ്ങൾ സാരി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടാൻ, രോഗം മാറാനാവരുത്. എനിക്ക് ദൈവം സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓഹരി എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കാൻ. അമ്മയ്ക്ക് ഇതുപോലെ പാവപ്പെട്ട കുറെ കുട്ടികളുണ്ട്, അവരെ കല്യാണത്തിന് കൊടുക്കാൻ. അതുകൊണ്ട് നിങ്ങൾ 250 സാരിയായിട്ട് ആരും വരണ്ട. പ്രിയമുള്ളവരെ, സീനായിലെ എത്രയോ പാവപ്പെട്ട കുട്ടികൾക്ക് ഞങ്ങൾ കൊടുത്ത സാരിയാണ് അവരുടെ മന്ത്രകോടിയായിട്ട് അവർ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മയ്ക്കകത്ത് കൊടുക്കാം. അത് ഈ സാരി കൊടുക്കുമ്പോൾ അതിന് പുറകെ ആവശ്യം പറഞ്ഞാൽ നമ്മൾ അമ്മയെ ഉപയോഗിക്കുക. അത് നിർത്തും. നിങ്ങൾ അമ്മയ്ക്ക് നിങ്ങൾ സാരി കൊടുക്കില്ല. അമ്മ ഇതാ എനിക്ക് ശമ്പളം കിട്ടിയ ഒരു 5000 രൂപ ഒരു സാരി, ഇത് അമ്മയുടെ പാവപ്പെട്ട മക്കൾക്ക് കൊടുക്കാനുള്ളത്. എൻ്റെ ഞാൻ പറഞ്ഞു, ദൈവം നമ്മുടെ കയ്യിൽ സമ്പത്ത് വെച്ച് തരുന്നത് നമുക്ക് സുഖിക്കാൻ മാത്രമല്ല. നിങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുക, അവരെ നിങ്ങൾ സഹായിക്കുക. അല്ലാതെ നമ്മൾ ഈ അമ്മയും വിശുദ്ധരെന്ന് പ്രിയമുള്ളവരെ നമ്മൾ കൈക്കൂലിക്കാരാക്കരുത്. കൈക്കൂലി ഈ നേർച്ചപ്പെട്ടിയുടെ മുന്നിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ പേഴ്സ് എടുത്തിട്ട് ഭയങ്കര അന്വേഷണമാണ്. എന്താ നിങ്ങൾ അന്വേഷിക്കണേ? ഏറ്റവും ചെറിയ നോട്ട് എവിടെയാണ് ഇരിക്കുന്നതൊക്കെ 1000-ന്റെ 2000-ന്റെ 500-ന്റെ. ഈ പേഴ്സ് തുറന്നിട്ട് അമ്മയുടെ ആവട്ടെ വിശുദ്ധരെ ആവട്ടെ നേർച്ചപ്പെട്ടിയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ തപ്പാണ് ഈ പേഴ്സിൽ. നമ്മൾ വിചാരിക്കും ആ ചേട്ടൻ അന്ധനാണെന്ന്, കാരണം പുള്ളി ഇത് കാണാനല്ലോ. അതല്ല, പുള്ളി 5 രൂപ നോട്ടാ പുള്ളി നോക്കണത്. 500-ന്റെ ഒക്കെ അവിടെ ഇരിക്കണ്ട. ഇതൊക്കെയാണ് പിള്ളേർ. നമ്മളൊന്ന് മാറണം. നമ്മളെ അമ്മയെ സ്നേഹിക്കാൻ പഠിക്കണം. അമ്മയെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. എന്നിട്ട് അമ്മയോട് ചോദിക്കണം, അമ്മേ ഞാൻ എന്താണ് അമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഞാൻ വീണ്ടും നിങ്ങളെന്നെ അത് ഓർമ്മിപ്പിക്കുകയാണ്. അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ഈശോ നിങ്ങളോട് പറയുന്ന കാര്യമല്ലോ. ഈശോ തൻ്റെ അമ്മയെ നിങ്ങളുടെ കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അമ്മയെ ആദരിക്കണം, അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്കണം. ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കരുത്. കൊണ്ടു നടക്കണം അമ്മയെ വേദനിപ്പിക്കാതെ. അമ്മയെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പെരുമാറ്റം കൊണ്ട് ഞാൻ എൻ്റെ സഹോദരനെ വേദനിപ്പിക്കുമ്പോൾ, ആരെയാണ് വേദനിപ്പിക്കുമ്പോൾ ആ വേദനിക്കേണ്ടത് എൻ്റെ അമ്മയാ. ആ വേദന നമ്മൾ കാണുന്നില്ല. നമ്മളൊരു അന്ധതയിലാണ്, ആത്മീയ അന്ധതയിലാണ് നമ്മൾ ഇന്നും. ആ അന്ധതയിൽ നമ്മൾ പുറത്തു വരണം. നമ്മുടെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും നമ്മെ കൊണ്ടെത്തിക്കേണ്ടത് അവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ രോഗശാന്തിക്ക് ഞാൻ എതിര് നിൽക്കുന്നത്. രോഗശാന്തിക്ക് ദൈവത്തിന്റെ ദാനങ്ങൾ അതൊക്കെ വരും പോകും. ഇതൊന്നല്ല ഞാൻ എൻ്റെ തമ്പുരാന്റെ അടുത്തേക്ക് വരുന്നത്, അമ്മയുടെ അടുത്തേക്ക് വരുന്നത്, വിശുദ്ധരുടെ അടുത്തേക്ക് വരുന്നത് രോഗശാന്തിക്കോ യോഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അവരെ കാണാനാ, എൻ്റെ ചേട്ടനെ കാണാൻ, ചേച്ചിയെ കാണാൻ. അവര് ജീവിച്ചു വെച്ച ഒരു മാതൃകയുണ്ട് ഈ ലോകത്തില്. ആ വഴിയിലൂടെ പോകണം. പ്രിയമുള്ളവര്, നമ്മള് പിച്ചക്കാരാവരുത്. വേണ്ടി ആവർത്തിക്കും, പിച്ചക്കാരാവരുത്. ഉപയോഗിക്കരുത് അമ്മയെ. എൻ്റെ അപ്പച്ചൻ പറഞ്ഞ പോലെ അമ്മയെ നീ സ്നേഹിക്കണം, അമ്മയെയും അനുജന്മാരെ സ്നേഹിക്കണം.
അതുപോലെ കൊണ്ടു നടക്കുന്നുണ്ട് എൻ്റെ ചേട്ടൻ, എൻ്റെ അനുജനും ഈ അമ്മയെ. കാരണം അപ്പച്ചനെ ഏൽപ്പിച്ചതാണ്. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ചേട്ടനും എൻ്റെ അനുജനും ചെയ്യില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞു, ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ ചേട്ടന് 57 വയസ്സായി, എനിക്ക് 56, 55 ഈ വയസ്സ്. ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല. അന്നാ ഹോസ്പിറ്റലിൽ കിടന്ന് അപ്പച്ചനെ ഏൽപ്പിച്ചു തന്നതാണ്. അതേപോലെ ഈ കുരിശിൽ കിടന്നുകൊണ്ട്, കാവലത്തിൽ കിടന്നുകൊണ്ട് ഈ അമ്മയെ എൻ്റെ കയ്യിൽ വെച്ച് ഈശോ പറയാണ്, ഇതാ നിന്റെ അമ്മ. ഈ അമ്മയെ വെച്ചിട്ട് നിനക്ക് ജോലി വാങ്ങാനും ഉപയോഗിക്കാനെന്നല്ല, കൊണ്ടു നടക്കണം എൻ്റെ അമ്മയെ. ഞാൻ ഇതുപോലെ സ്നേഹിച്ചതാ, കൊണ്ടു നടന്നതാ. എൻ്റെ അമ്മയെ നീ വേദനിപ്പിക്കരുത്. അമ്മയുടെ ഹിതം നോക്കണം. ജീവിതകാലം മുഴുവൻ, 1 മാസം 2 മാസമല്ല, ജീവിതകാലം മുഴുവൻ അമ്മയെ ആദരിക്കണം. അതേ പ്രിയമുള്ളവർ, ഈ ചിന്തകൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടാകട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് നിങ്ങൾ ഒരുങ്ങുമ്പോൾ ഇതാണ് നിങ്ങളുടെ അമ്മ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇതാണ് മാതാവ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അമ്മയുടെ ഈ വിശേഷണങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. അമ്മയുടെ മുന്നിലേക്ക് വരുമ്പോഴൊക്കെ ഈ പറഞ്ഞ സംഗതികൾ നിങ്ങൾ ഓർത്തിരിക്കണം. അനാഥയായ അമ്മ, ദരിദ്രയായ അമ്മ, വിധവയായ അമ്മ, അഭയാർത്ഥിയായ അമ്മ, കൂലിപ്പണിക്കാരിയായ അമ്മ, രക്തസാക്ഷിയായ അമ്മ. അമ്മയെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അവിടെ മാറും. ഈ അമ്മയുടെ ദുഃഖങ്ങളിൽ നമ്മൾ ധ്യാനിച്ചാൽ പിന്നെ നമുക്ക് ദുഃഖമില്ല, നമുക്ക് പ്രശ്നങ്ങളില്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ജീവിക്കുന്നത് സ്വർഗത്തിൽ തന്നെയാണ്. സ്വർഗത്തില. ഇവിടെ ആരും കാലിത്തൊഴുത്തിലൊന്നും പ്രസവിച്ചിട്ടില്ലല്ലോ. ആരും ജീവനും കൊണ്ട് ഒരു അന്യദേശത്തേക്കും ഓടിപ്പോയിട്ടില്ലല്ലോ. നിങ്ങളൊന്നും ആരും അല്ലെങ്കിൽ ചേരികൾ അല്ലെങ്കിൽ എന്താ പറയുക, സർക്കാർ പുറമ്പോക്കുകളിലൊന്നും ആയില്ലല്ലോ. ഇനി സർക്കാർ പുറമ്പോക്കിലാണ് നീ ജീവിക്കുന്നെങ്കിൽ നിനക്ക് അഭിമാനിക്കാം. നീ ഒരു കൂലിപ്പണിക്കാരാണെങ്കിൽ നിനക്ക് അഭിമാനിക്കാം. എൻ്റെ അമ്മ ജീവിച്ചത് ഒരു പുറമ്പോക്കിലാണ്. എൻ്റെ അമ്മ ഒരു കൂലിപ്പണിക്കാരിയായിരുന്നു. അഭിമാനിക്കാം നമുക്ക്. നിങ്ങൾക്ക് സമ്പത്തിലാന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കൂടെയുണ്ട് ഈ അമ്മ, ഒപ്പമുണ്ട് ഈ അമ്മ. അമ്മയുടെ കൂടെയായിരിക്കുക, അമ്മയെ സ്നേഹിക്കുക.